നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ കണ്ണുകളടച്ച് ഈ വചനത്തിനായിട്ട് നമുക്കൊരു വാക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് പകൽ ദൈവത്തിൻ്റെ മുൻപിൽ അടച്ച് നമ്മുടെ തലകൾ വണക്കി തിരുവെഴുത്തിനായിട്ട് നമുക്ക് അല്പനിമിഷം ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാം. ഇന്ന് പകലില് വാസ്തവമായിട്ട് കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പിന്നിട്ട ദിനങ്ങളൊക്കെ നമ്മോട് സംസാരിച്ച ഇടപെട്ടവനായ ദൈവം ഇന്ന് പകലിലും നമ്മോട് ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ തിരുവെഴുത്തിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി എല്ലാവരും അല്പനിമിഷം ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. ജീവന്റെ അപ്പമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിസ്തുല്യ വചനങ്ങൾക്കായി സ്തോത്രം. ഈ പകലത്തെ ധ്യാനത്തിന് ചിന്തയ്ക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്ത് പ്രാർത്ഥനയോടെ വായിച്ച തിരുവെഴുത്തിനെ സ്തോത്രത്തോടെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈ തിരുവെഴുത്തിൻ്റെ പൊരുളുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ തുണ നിൽക്കണമേ. ബലഹീനന്റെ നാവിനെ സമർത്ഥകനായി ലേഖകന്റെ എഴുത്തുകോലാക്കണമേ. ജനത്തോട് സംസാരിക്കണമേ. ശരീരത്തിൻ്റെ ക്ലേശങ്ങളെ അകറ്റണമേ. പുതിയ ബലം പകരണമേ. വചനത്തിൻ്റെ ഉറവുകൾ ഞങ്ങൾക്കായി തുറക്കണമേ. നിന്റെ മക്കളുടെ ആവശ്യമാകട്ടെ ഇന്നത്തെ സന്ദേശം. അവരുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാകട്ടെ. അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരമാകട്ടെ. ദൈവാത്മാവ് ഇന്ന് പകൽ ഹൃദ്യമായി ഞങ്ങളോട് ഇടപെടണം. ഈ ശുശ്രൂഷയുടെ പര്യവസാന നിമിഷം വരെയും അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ പന്തലിൻ്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പകലിനായിട്ട് കർത്താവിന് സ്തോത്രം. ഞാൻ ഈ നിരന്തരമായിട്ടുള്ള യാത്രകളും പ്രഭാഷണങ്ങളും നിമിത്തം ശരീരത്തിനും ക്ലേശമുണ്ട്, തൊണ്ടയ്ക്കും വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. ഇന്ന് പകലത്തെ ശുശ്രൂഷയ്ക്ക് ശരിക്കും വന്നെത്തുവാൻ കഴിയാത്ത ശാരീരിക പ്രതിസന്ധികളിലായിരുന്നു. എങ്കിലും പ്രതീക്ഷയോടെ കർത്താവിൻ്റെ ദാസനെ കാത്തിരിക്കുന്നത് കൊണ്ട് ശാരീരിക ബദ്ധപ്പാടുകളെ അവഗണിച്ച് ഞാൻ ഓടി വന്നതാണ്. ഈ യോഗം അവസാനിപ്പിക്കുന്ന ഒരു സമയം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിനു മുമ്പ് തന്നെ ഈ തിരുവെഴുത്തിലൂടെ ചില കാര്യങ്ങൾ ധ്യാനിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരെയും ഹൃദയംഗമായിട്ട് ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, കുടുംബം, അവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദീർഘവർഷങ്ങളായി എനിക്ക് അടുത്ത ആത്മബന്ധമുള്ള ഒരു വാത്സല്യ മകനാണ് ഇവിടെ ആയിരിക്കുന്ന കർത്തൃദാസൻ. താൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച തൻ്റെ ശുശ്രൂഷയുടെ ശൈശവ ദിശ മുതൽ ഒത്തിരി ആത്മബന്ധം പുലർത്തുവാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. തൻ്റെ ജന്മനാട്ടിൽ പലതവണ സന്ദർശിപ്പാനും ഒരുമിച്ച് പല കൂട്ടായ്മകളിൽ മറക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുമൊക്കെ ദൈവം ഒരുക്കിയ അവസരത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഈ ദേശത്ത് കർത്താവിൻ്റെ വേലയിൽ താൻ ശോഭിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ വന്ന് മനോഹരമായ ആലയവും ഇതിനകത്തെ അനുഗ്രഹീതരായ ദൈവമക്കളെയും കണ്ടപ്പോൾ പ്രിയ മകനോടുള്ള ബന്ധത്തിൽ എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നി. ഇത്രയും എളിയ പ്രായത്തിൽ
പരിചയസമ്പന്നരായ ഒരു സമൂഹത്തെ മുമ്പിൽ നിന്ന് നയിക്കുവാൻ ദൈവം കൃപയാൽ തന്നെ പ്രാപ്തനാക്കിയതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഒരുപാട് സമർപ്പണവും ഉപവാസവും പ്രാർത്ഥനയും ദൈവാശ്രയ ബോധമുള്ള അനുഗ്രഹീതനായ ഒരു യൗവനക്കാരനാണ് അദ്ദേഹം. ബാല്യം മുതൽ ഒരുപാട് വർഷങ്ങൾക്കപ്പുറം അദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്. തൻ്റെ ദേശത്തൊക്കെ സുവിശേഷം അറിയിക്കുന്നതിൽ ഒത്തിരി വ്യഗ്രതയോടെ ഉത്സാഹത്തോടെ വ്യാപൃതനായ ഒരു യൗവനക്കാരനെയാണ് അദ്ദേഹത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സമൂഹമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനായി അദ്ദേഹം വളരെ പക്വതയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആത്മീയമായി ശുശ്രൂഷാപരമായി ഒരുപാട് ഉയരങ്ങളിൽ ദൈവം തന്നെ എത്തിക്കട്ടെ. നിങ്ങൾ അദ്ദേഹത്തോട് ചേർന്ന് നിന്നാൽ, അദ്ദേഹത്തിൻ്റെ ദർശനത്തോട് ഒട്ടി നിന്നാൽ, നിങ്ങൾ അദ്ദേഹത്തിന് പ്രാർത്ഥനയുടെ കൈത്താങ്ങൽ കൊടുത്താൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു മോശയെപ്പോലെ അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം തന്നെ ആ നിലയിൽ മാനിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. പകലും രാത്രിയിലും നിങ്ങൾക്കൊപ്പമുണ്ട്. 2 സന്ദേശങ്ങളാണ് ഈ പകലിലും രാത്രിയിലും നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൻ്റെ പക്കൽ തന്നിട്ടുള്ളത്. ഒരു വലിയ പ്രസംഗത്തിൻ്റെ പരിവേഷമൊന്നും ചേർത്താതെ വളരെ ശാന്തമായി ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഈ വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ, സർവോപരി ലേഖനത്തിൽ നിന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുവാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ പകലത്തെ ധ്യാനത്തിന് ആധാരമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയത് വിശുദ്ധ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും ആമുഖമായിട്ട് ഒരു 3 കാര്യം 1, 2, 3 എന്ന ക്രമത്തിൽ ഓർപ്പിച്ച് ഈ വാക്യത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ശേഷിക്കുന്ന ഭാഗം രാത്രിയിൽ ഒരുമിച്ച് ധ്യാനിച്ച് അവസാനിപ്പിക്കണം. നിങ്ങളെല്ലാവരും നിർബന്ധമായും ലേഖനങ്ങൾ വായിക്കണം. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചവർക്കായിട്ട് സ്തോത്രം, ധ്യാനിക്കാത്തവർക്കുമായി സ്തോത്രം. നിങ്ങൾ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചിട്ട് വന്നവർ കൈവക്കാൻ പറഞ്ഞാൽ വായിക്കാത്തവരെയും കൈവക്കും. അങ്ങനെ ഒരു വലിയ പാപം ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. ലോകത്തിലെ ഏറ്റവും ഭാഗ്യകരമേറിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പണം ലഭിക്കുക എന്നുള്ളതല്ല, ഭാഗ്യക്കുറിയിൽ 1-ാം സമ്മാനം ലഭിക്കുക എന്നതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, ഉറക്കെന്ന് പറഞ്ഞേ, ആ മനുഷ്യൻ എങ്ങനെയാണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ അതാണ് കാര്യം. ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിച്ചാൽ നാം ചെയ്യുന്നതൊക്കെ സാധ്യമാകും. നമ്മുടെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമാകത്തില്ല. അപ്പൊ വേദപുസ്തക ധ്യാനങ്ങളിൽ നിങ്ങൾ ലേഖനങ്ങൾ ധാരാളമായിട്ട് ഉൾക്കൊള്ളിക്കണം. കാരണം ഈ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ലേഖനങ്ങൾ പുതിയ നിയമവിശ്വാസികൾ വായിച്ചിരിക്കണം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ മുൻപോട്ട് നയിക്കപ്പെടുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വീര്യപ്രവൃത്തികളിലൂടെയും മാത്രമല്ല. ദൈവസഭ നിശ്ചയമായി മുൻപോട്ട് നയിക്കപ്പെടുന്നത്
ലേഖനങ്ങളുടെ കൃത്യമായ പഥ്യ ഉപദേശത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ ധ്യാനങ്ങളിൽ ലേഖനങ്ങൾ നിർബന്ധമായും നമ്മൾ ഉൾക്കൊള്ളിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ഒരുമിച്ച് അല്പനിമിഷം ധ്യാനിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ്. 3 കാര്യം ആമുഖമായി ഞാനൊന്ന് പറഞ്ഞിട്ട് ഈ വാക്യത്തിന്റെ വിശദീകരണങ്ങളിലേക്ക് വരാം. ഒത്തിരി ഉണർവ് ഉണ്ടാകാത്ത ചില കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചിരുന്നാൽ വലിയ ഉണർവും ഉണ്ടാകും. ഒന്ന്, പൗലോസ് ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം. 2, ഈ ലേഖനം പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള പൗലോസിന്റെ ലക്ഷ്യങ്ങൾ. 3, ഈ ലേഖനത്തിൽ പൗലോസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഈ 3 കാര്യം അടിസ്ഥാനപരമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഈ വാക്യത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കണം. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ക്ഷീണം ഉണ്ടെങ്കിലും മാക്സിമം ഉറങ്ങാതിരിക്കണം കേട്ടോ. 1 മണിക്കൂർ ഞാൻ അങ്ങ് അപേക്ഷിക്കുകയാണ്. എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കസേര എടുത്തുകൊണ്ട് തുള്ളിയില്ലെങ്കിലും ഒത്തിരി അന്വേഷണമൊന്നും പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഒരപേക്ഷയാണ്, 1 മണിക്കൂർ നിങ്ങൾ ഉറങ്ങരുത്. ഉറങ്ങുന്നവരോട് എന്തെങ്കിലും ദൂത് പറയാൻ ദൈവത്തിനുണ്ടെങ്കിൽ അത് നടക്കാതെ വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. ഏത് സാഹചര്യത്തിലാണ് പൗലോസ് ഈ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുന്നത്? ആ സാഹചര്യം ഞാനൊന്ന് പറയാം. വളരെ സുന്ദരമാണ് ആ സാഹചര്യം. ഈ 14 ലേഖനങ്ങളിൽ പേരുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, തെസ്സലോനിക്ക ലേഖനം. എത്ര മനോഹരമായൊരു പേരാണില്ലേ, തെസ്സലോനിക്ക. ഞാൻ പലയിടത്തും പറയാറുണ്ട്, 3 പെൺകുഞ്ഞുങ്ങളെയാണ് കർത്താവ് എനിക്ക് ദാനമായിട്ട് തന്നത്. മൂത്ത മകൾക്ക് 16 വയസ്സ്, രണ്ടാമത്തെ മകൾക്ക് 10 വയസ്സ്, മൂന്നാമത്തെ മകൾക്ക് 1 വയസ്സ്. എൻ്റെ ഇളയ കൊച്ചിന് തെസ്സലോനിക്ക എന്ന് പേരിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഭാര്യയും 2 പിള്ളേരും മറ്റൊരു പേരിട്ടു. എങ്കിലും തെസ്സലോനിക്ക എന്ന പേര് എൻ്റെ മനസ്സിൻ്റെ ഒരു കോണി കിടപ്പുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ അവളെ എടുത്ത് ഒരു ഉമ്മ കൊടുത്തിട്ട് ചോദിക്കും, തെസ്സലോനിക്കയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ നോക്കി പൊട്ടിച്ചിരിക്കാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പേരാണ് തെസ്സലോനിക്ക. മനോഹരമായ ഈ ലേഖനം പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതാനുണ്ടായ സാഹചര്യം. പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ് അദ്ദേഹം തെസ്സലോനിക്ക സന്ദർശിക്കുന്നത്. ഈ തെസ്സലോനിക്കയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ, തെസ്സലോനിക്ക എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരല്ല. തെസ്സലോനിക്ക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാ. ഒരു വ്യക്തിയുടെ പേര് ഒരു സ്ഥലത്തിന്റെ പേരായി മാറിയ പ്രതിഭാസമാണെന്ത്? തെസ്സലോനിക്ക. തെസ്സലോനിക്ക സ്ഥലത്തിന്റെ പേരല്ല, തെസ്സലോനിക്ക വ്യക്തിയുടെ പേരാണെങ്കിൽ ആ വ്യക്തി ആരാണ്? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്നേഹസമ്പന്നയായ സഹോദരിയുടെ പേരാണ് എന്ത്? തെസ്സലോനിക്ക. ആരാണ് അലക്സാണ്ടർ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അയാളുടെ സ്നേഹമുള്ള പ്രിയമുള്ള സഹോദരിയുടെ പേരാണ് തെസ്സലോനിക്ക. ഒരിക്കലും ഈ തെസ്സലോനിക്കയുടെ ഭർത്താവായ കസാണ്ടർ ചൂടുറവ എന്ന അർത്ഥമുള്ള ധർമ്മ പട്ടണത്തെ ഒരിക്കൽ പിടിച്ചടക്കി. ഏറെക്കാലം കഴിയും മുമ്പ് BC 315 ആണ്ടിൽ അദ്ദേഹം പിടിച്ചടക്കിയ ധർമ്മ പട്ടണത്തെ ഒന്ന് നവീകരിച്ചു, അല്ലെങ്കിൽ ഒന്ന് പുതുക്കി പണിതു. ശേഷം ആ പട്ടണത്തിന് തൻ്റെ ഭാര്യയുടെ പേരായ തെസ്സലോനിക്ക എന്ന നാമകരണം അദ്ദേഹം ചെയ്തു. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, ഉന്നതനായ ഒരു മനുഷ്യൻ, ജെന്റിൽമാനായ ഒരു മനുഷ്യൻ
തൻ്റെ സ്നേഹസമ്പന്നയായ ഭാര്യയുടെ മധുരമുള്ള ഓർമ്മയ്ക്ക് പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു പട്ടണമാണേത് തെസ്സലോനിക്ക പട്ടണം. ഈ പട്ടണത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇവിടെയുള്ള ആളുകൾ വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ അവർ സംസ്കാര സമ്പന്നരാണ്, സ്നേഹസമ്പന്നരാണ്, ദയയുള്ളവരാണ്, കരുണയുള്ളവരാണ്. മറ്റൊന്ന്, വെള്ളി കുടിച്ചെടുക്കുന്ന ധാരാളം ഖനികൾ തെസ്സലോനിക്ക പട്ടണത്തിലുണ്ട്. അപ്പൊ വിദ്യാസമ്പന്നന്മാരാൽ, സംസ്കാര സമ്പന്നന്മാരാൽ, സ്നേഹസമ്പന്നന്മാരാൽ, ദയയും കരുണയുള്ള ആളുകളാൽ, വെള്ളി കുടിച്ചെടുക്കുന്ന ഖനികളാൽ നിറയപ്പെട്ട പ്രശസ്തമായ തെസ്സലോനിക്ക പട്ടണത്തിലേക്ക് കർത്താവിന്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിൽ പൗലോസ് ചെന്നെത്തുന്നത് രണ്ടാമത്തെ മിഷണറി യാത്രയിലായി. ലേഖനം എഴുതാനുണ്ടായ സാഹചര്യമാണ്. പൗലോസിന് സ്നേഹവും ആഴമായ വാത്സല്യവും തോന്നി. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് സഭകൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് ദേശങ്ങൾ അദ്ദേഹം പോയി പാർത്തിട്ടുണ്ട്. അവരോട് ആരോടും തോന്നാത്ത സ്നേഹവും ആഴമായ വാത്സല്യവും 30 ദിവസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസിന് തോന്നി. അതിന്റെ കാരണം എന്നാ? അതിന്റെ കാരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, അങ്ങനെ ആരോടും തോന്നാത്ത വാത്സല്യവും സ്നേഹവും 30 ദിവസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസിന് തോന്നാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 3 കാരണം എനിക്ക് മനസ്സിലായി. ആ കാരണം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവസഭയ്ക്ക് ആ കാരണം ബാധകമാണ്. ഒന്ന്, അവര് വെച്ചുകൊടുത്ത ആഹാരത്തിന്റെ രുചിയല്ല. 2, അവർ പാർക്കുവാൻ കൊടുത്ത പാർപ്പിട ക്രമീകരണത്തിന്റെ വിശാലതയല്ല. 3, അവർ കൊടുത്ത സമ്മാനദാനമോ നന്മകളോ അല്ല. ആരോടും തോന്നാത്ത വാത്സല്യവും ആഴമായ സ്നേഹവും 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസിന് തോന്നാൻ പ്രധാനപ്പെട്ട 3 കാരണമുണ്ട്. ഒന്ന്, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ പ്രത്യാശ. 2, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ വിശ്വാസം. 3, തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ സ്നേഹം. അപ്പൊ വളച്ചു കെട്ടാതെ കാര്യം പറയാം. 3 കാര്യത്തിൽ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ സമ്പന്നരായിരുന്നു, അതിസമ്പന്നരായിരുന്നു. 1, അചഞ്ചലമാകുന്ന ക്രിസ്തു പ്രത്യാശയിൽ. 2, അചഞ്ചലമാകുന്ന ക്രിസ്തു വിശ്വാസത്തിൽ. 3, അചഞ്ചലമാകുന്ന ക്രിസ്തു സ്നേഹത്തിൽ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ സമ്പന്നരായിരുന്നു. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് 30 ദിവസം കൊണ്ട് സ്നേഹം മാത്രമല്ല, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് ആഴമായ വാത്സല്യവും പൗലോസിന് തോന്നി. ആ വാത്സല്യത്തെ കുറിച്ച് ഈ ലേഖനത്തിന്റെ പല ഭാഗത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അപ്പോൾ പ്രത്യാശയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ അതിസമ്പന്നരായിരുന്നത് കൊണ്ട് ആരോടും തോന്നാത്ത സ്നേഹവും ആഴമായ വാത്സല്യവും 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പൗലോസിന് തോന്നിയെങ്കിൽ, ഈ പ്രാർത്ഥനയുടെ പ്രത്യേക പകൽ, പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈതലേ,
ഞാനും നിങ്ങളും പ്രത്യാശയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സമ്പന്നരാണെങ്കിൽ ആരോടും തോന്നാത്ത സ്നേഹവും വാത്സല്യവും പൗലോസിനല്ല, കർത്താവിന് ഇന്നു പകൽ നമ്മോട് തോന്നും. ആരോടും തോന്നാത്ത വാത്സല്യം എൻ്റെ ദൈവത്തിന് എന്നോട് തോന്നണമെന്ന്, ആരോടും തോന്നാത്ത സ്നേഹം എൻ്റെ ദൈവത്തിന് എന്നോട് തോന്നണമെന്ന്, ആരോടും തോന്നാത്ത അടുപ്പം എൻ്റെ ദൈവത്തിന് എന്നോട് തോന്നണമെന്ന്, ആരോടും തോന്നാത്ത കരുതൽ എൻ്റെ ദൈവത്തിന് എന്നോട് തോന്നണമെന്ന്. ദാഹമുള്ള ആഗ്രഹമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അവങ്കലുള്ള പ്രത്യാശയിൽ, അവങ്കലുള്ള വിശ്വാസത്തിൽ, അവങ്കലുള്ള സ്നേഹത്തിൽ നിങ്ങൾ സമ്പന്നരാകുക. അതുകൊണ്ട് ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ കൊടി ഇവിടെ അടിച്ചിറക്കുമ്പോൾ, ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ആശീർവാദം പറയുമ്പോൾ ഹൃദയംഗമായി ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. ഭൗതിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലെങ്കിലും, ശാരീരിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലെങ്കിലും, സാമ്പത്തിക വിഷയത്തിൽ എന്നെ സമ്പന്നനാക്കിയില്ലെങ്കിലും, നിങ്ങളുള്ള പ്രത്യാശയിൽ, നിങ്ങളുള്ള വിശ്വാസത്തിൽ, നിങ്ങളുള്ള സ്നേഹത്തിൽ എന്നെ സമ്പന്നനാക്കണമേ എന്ന് ഹൃദയംഗമായി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ വിജയകരമായ ഒരാത്മീക ജീവിതത്തിന്റെ ഉടമസ്ഥരാക്കി നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് അത് മതി. മുൻപോട്ട് പോകാം. അപ്പൊ ഈ 3 വിഷയത്തിൽ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾ മറ്റാരെക്കാട്ടിലും ആരായിരുന്നു? ആണ്ടത് തന്നെ. അതുകൊണ്ട് 1 മാസമേ അവിടെ ചെലവഴിക്കാൻ പൗലോസിന് അവസരം ലഭിച്ചുള്ളൂവെങ്കിലും 1 മാസം കൊണ്ട് സ്നേഹം മാത്രമല്ല, അവിടെയുള്ള ദൈവമക്കളോട് ആഴമായ വാത്സല്യവും തോന്നി. ഒറ്റ മാസം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ പൗലോസിന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ തെസ്സലോനിക്കയിൽ നിന്നും കൊരിന്തിലേക്ക് പോകണം. എവിടേക്ക് പോകണം? ഉറക്കൊന്ന് പറഞ്ഞേ. കൊരിന്ത്. യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു. ചിട്ടവട്ടങ്ങളെല്ലാം കൂട്ടി. നമ്മുടെ ഭാഷ പറഞ്ഞാലേ നല്ലൊരു സെൻഡ് ഓഫ് മീറ്റിങ്ങും ക്രമീകരിച്ച് എല്ലാവർക്കും പൊറോട്ടയും ബീഫും ഒക്കെ കൊടുത്ത് ആളാം പ്രതി എല്ലാവരോടും എന്ത് ചെയ്തു? യാത്ര പറഞ്ഞു. അടുത്ത ദിവസം എവിടേക്ക് പോകുക? തെസ്സലോനിക്കയിൽ നിന്നും. പക്ഷെ സങ്കടകരമായ ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് പറയാം. അതിനെ ഒത്തിരി പിടിച്ചു നിർത്തിയൊരു സംഭവമാണ്. തെസ്സലോനിക്കയിലെ ശുശ്രൂഷ പൂർത്തീകരിച്ച് കൊരിന്തിലേക്ക് പോകാൻ പൗലോസ് ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ആളാം പ്രതി എല്ലാവരോടും യാത്ര പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ പൗലോസിന്റെ മനസ്സ് തന്നെ അനുവദിക്കുന്നില്ല. കാരണം എന്താ? കാരണം 3: അവരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസം, അവരുടെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവരെ വിട്ട് തെസ്സലോനിക്കയിൽ നിന്നും കൊരിന്തിലേക്ക് പോകാൻ പൗലോസിന് മനസ്സ് വരുന്നില്ല. ചിലയിടത്തൊക്കെ നമ്മൾ ശുശ്രൂഷയ്ക്ക് ചെന്നാൽ പ്രാണനെ തൃക്കയിൽ ഏൽപ്പിച്ച് ഇറങ്ങി ഓടാൻ തോന്നും. അങ്ങനെ 1-2 പോയാ ഞാൻ ഈ പരുവത്തിലായത്, ഇത്ര ക്ഷീണിതനായത്. അല്ലെ കുറച്ചുകൂടെ ഞാനൊന്ന് ശക്തിയോടെ പ്രസംഗിച്ചാൽ. ഇവിടെ ഇടയ്ക്കൊക്കെ ആളുകൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം 5-6 സ്തോത്രമൊക്കെ പറയുന്നുണ്ട്. തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ പൗലോസിന് മനസ്സനുവദിക്കുന്നില്ല. കാരണം അവരുടെ പ്രത്യാശ, അവരുടെ അചഞ്ചലമായ സ്നേഹം, അവരുടെ അചഞ്ചലമാകുന്ന വിശ്വാസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവരെ വിട്ട് കൊരിന്തിലേക്ക് പോകാൻ പുള്ളിക്ക് മനസ്സ്. പക്ഷെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ദൈവത്തിന്റെ നിയോഗമല്ലേ. മനസ്സിലാ മനസ്സോട് അവരോട് യാത്ര പറഞ്ഞ്, നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരിൽ നിന്ന് ചങ്കും പറിച്ച്, അല്ലേ? ഇപ്പൊ ചങ്കെന്നൊക്കെയാ കർത്താവിനെ വിളിക്കുന്നത്. മത്തങ്ങ നിന്നെയും പുറകെ വിളിക്കും. എന്റെ ചങ്കാണ് യേശു എന്നൊക്കെ ഇപ്പൊ പിള്ളേർ പാടും.
എല്ലാ ബഹുമാനത്തിനും നമ്മുടെ കർത്താവ് ആരാ? അതുകൊണ്ട് ചങ്കന്നോ മത്തങ്ങാന്നൊന്നും വിളിച്ചേക്കല്ലേ കേട്ടോ. അർഹമായ ബഹുമാനം കർത്താവിന് കൊടുത്തോണം. ആമേൻ. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളിൽ നിന്നും ഹൃദയവും പറിച്ച് അവരോട് യാത്ര പറഞ്ഞ് പ്രയാണം ചെയ്ത് താൻ എവിടെ എത്തി? കൊരിന്തിൽ. ഇപ്പൊ പൗലോസ് കൊരിന്തില. ഇനി മുന്നോട്ട് പോകാം. ഈ കൊരിന്തിൽ പാർത്ത് അവിടെ പ്രവർത്തിക്കുമ്പോൾ, അവിടെ ശുശ്രൂഷിക്കുമ്പോൾ പൗലോസിന്റെ മനസ്സിൽ മുഴുവൻ ആരെക്കുറിച്ചുള്ള ഓർമ്മയാണെന്നറിയാമോ? പ്രത്യാശയിൽ സമ്പന്നരായ, വിശ്വാസത്തിലും സ്നേഹത്തിലും സമ്പന്നരായ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ചുള്ള തുളുമ്പുന്ന ഓർമ്മകളാ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. രക്തത്താൽ ജയം. ആമേൻ. ഇവിടെ വന്ന് ശുശ്രൂഷിച്ച് മടങ്ങി പോകുന്നവർ ഇവിടെ മറക്കരുത്. ഇവിടെ വന്ന് ശുശ്രൂഷിച്ച് മടങ്ങി പോകുന്നവരുടെ അകത്ത് നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ തുടിക്കണം. ആ നിലയിൽ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ കുത്തൊഴുക്ക് ഇതിനകത്ത് സംജാതമാകണമെങ്കിൽ ദൈവമക്കളെ, അവങ്കലുള്ള പ്രത്യാശയിൽ, അവങ്കലുള്ള വിശ്വാസത്തിൽ, അവങ്കലുള്ള സ്നേഹത്തിൽ നിങ്ങൾ കരുത്തരാകണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും എന്ന് വേണ്ട സകല നിമിഷങ്ങളിലും പൗലോസിന്റെ മനസ്സിൽ മുഴുവൻ കൊരിന്തിൽ വെച്ച് ആരെക്കുറിച്ചുള്ള ഓർമ്മയാ? പ്രത്യാശയിൽ സമ്പന്നരായ, വിശ്വാസത്തിൽ കരുത്തരായ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ചുള്ള തുളുമ്പുന്ന ഓർമ്മകളാ. ഒരാമയും പറഞ്ഞേ. ആ ഓർമ്മയുടെ പ്രതിഫലനമാണ് ഈ ലേഖനത്തിന്റെ തുടക്കം. അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. പ്രത്യാശയിൽ സമ്പന്നരായ തെസ്സലോനിക്കയിലെ ദൈവമക്കളെ കുറിച്ച് പൗലോസിന്റെ വല്ലാത്ത ഓർമ്മ അവരെ ഉറപ്പിക്കുവാൻ ഒരു ലേഖനമുണ്ടാകാൻ ഇടയായെങ്കിൽ നിന്നെ കുറിച്ച് ഓർക്കുന്ന ഒരുവനുണ്ട്. അത് പൗലോസല്ല, കരുത്തനായ ദൈവമ. അവൻ നിന്നെ കുറിച്ച് ഓർക്കുന്നെങ്കിൽ നിന്നെ ഉറപ്പിക്കേണ്ടിയതിന്, നിന്നെ മാനിക്കേണ്ടതിന്, നീ അറിയാത്ത ചില വൻ ക്രമീകരണങ്ങളെ നിനക്ക് വേണ്ടി ചെയ്യുവാൻ അവന്റെ കരം ഇന്നു പകൽ നിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് ഓർമ്മയുള്ള ദൈവം, നിന്നെ കുറിച്ച് ചിന്തിക്കുന്ന ദൈവം, നിന്നെ കുറിച്ച് മനസ്സിലാക്കുന്ന ദൈവം മൗനമായിരിക്കത്തില്ല. നിന്നെ മാനിക്കേണ്ടതിന്, നിന്റെ നിന്ന ഉരുട്ടിക്കളയേണ്ടതിന്, നിന്നെ കരുത്തുള്ളവനാക്കി തീർക്കേണ്ടതിന്, നിന്നെ ഉറപ്പുള്ളവനാക്കി തീർക്കേണ്ടതിന്, നീ അറിയാത്ത ചില വൻകാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ നിന്നെ കുറിച്ച് ഓർക്കുന്ന ദൈവത്തിന്റെ കരത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ ആ ദൈവത്തെ കരമടിച്ച് ആത്മാവിലെ വിശ്വാസത്തിൽ ശക്തരായ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ച് കൊരിന്തിലിരുന്ന പൗലോസിനെ ഓർത്തപ്പോൾ അവന്റെ അകമിളകിയെങ്കിൽ ദൈവ വഴികളിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന നിന്നെ കുറിച്ച് ഓർക്കുന്ന ഒരുവൻ കൊരിന്തിലല്ല, സ്വർഗത്തിലുണ്ട്. അവന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയുടെ പ്രത്യേക പകൽ നമ്മുടെ നടുവിലുണ്ട്. നിനക്ക് വേണ്ടി അവൻ ചിലത് എഴുതാൻ പോകുകയാ. നിനക്ക് വേണ്ടി അവൻ ചിലത് മായിച്ചു കളയാൻ പോകുകയാ. നിനക്ക് വേണ്ടി മായിച്ചു കളഞ്ഞ സ്ഥാനത്ത് പുത്തൻ ചിലത് ദൈവം എഴുതി ചേർക്കാൻ പോകുകയാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി. നീ അറിയാത്ത ചിലത് അവൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ദിവസമാ നിന്റെ മുമ്പിൽ.
നിന്നെക്കുറിച്ച് ഓർക്കാൻ ഒരുവനുണ്ട്, നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുവനുണ്ട്, നിനക്ക് വേണ്ടി കരുതാൻ ഒരുവനുണ്ട്, നിനക്ക് വേണ്ടി നീക്കി വെക്കാൻ ഒരുവനുണ്ട്, നിനക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരുവനുണ്ട്. അവൻ നിന്റെ കരത്തെ പിടിച്ചിട്ടുണ്ട്. ഓ റബന ഹതുന റബാലയാധിയ നിന്റെ ആത്മീക ജീവിതം അബലമാകുവാൻ, നിന്റെ ക്രിസ്തീയ ജീവിതം തകർന്നു പോകുവാൻ, നിന്റെ അഭിഷേകം ഉടഞ്ഞു പോകുവാൻ, നിന്റെ ശുശ്രൂഷ തകർന്നു പോകാൻ, നിന്റെ ഭാവി വഴിയാധാരമാകാൻ, നിന്റെ കുടുംബം ചിതറിപ്പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ചിതറിച്ചു കളയാൻ, പറിച്ചു കളയാൻ, ഉടച്ചു കളയാൻ, തകർത്ത് കളയാൻ അവൻ പദ്ധതി ഒരുക്കുന്ന മേഖലകളെ തുടച്ചു മാറ്റി. നിനക്ക് വേണ്ടി അവൻ ചിലത് ചെയ്യും. തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ വിട്ട് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രയാണം ചെയ്ത് പൗലോസ് കൊരിന്തിൽ പാർക്കുമ്പോൾ ഊണിലും ഉറക്കത്തിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും യാത്രയിലുമെല്ലാം പൗലോസിന്റെ മനസ്സിൽ മുഴുവൻ പ്രത്യാശയിൽ സമ്പന്നരായ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളെ കുറിച്ചുള്ള നിറഞ്ഞ ഓർമ്മകളാ. ആ ഓർമ്മകൾ കുറെ ദിവസം പൗലോസിനെ വല്ലാണ്ട് അലട്ടിയപ്പോൾ, വേട്ടയാടിയപ്പോൾ ആ ഓർമ്മയിൽ ഒരു പ്രചോദനം ഉൾക്കൊണ്ടു. എന്താ? എനിക്ക് വീണ്ടും തെസ്സലോനിക്കയിലേക്ക് ഒന്ന് പോകണം. അന്ന് കണ്ടോ? ആമേൻ. എനിക്ക് വീണ്ടും തെസ്സലോനിക്കയിലേക്ക് ഒന്നുകൂടെ. പക്ഷേ സാഹചര്യം പൗലോസിനെ അനുവദിക്കുന്നില്ല പോകാൻ. എല്ലാം പുള്ളി നോക്കി. പക്ഷെ ഒരു നിലയിലും ആ സമയം കൊരിന്തിൽ നിന്നും തെസ്സലോനിക്കയിലേക്ക് പോകാൻ പൗലോസിന്റെ സാഹചര്യം തനിക്ക് അനുവദനീയമല്ല, അനുകൂലമല്ല. തെസ്സലോനിക്കയിലേക്ക് പോകാൻ സാഹചര്യം തനിക്ക് അനുകൂലമല്ലെന്ന് പൗലോസിന് 100% ഉറപ്പായപ്പോൾ പൗലോസ് ശ്രമം ഉപേക്ഷിച്ചില്ല. ശ്രമം എന്ത് ചെയ്തില്ല? ഉപേക്ഷിച്ചില്ല. പുള്ളി ഒരു കാര്യം ചെയ്തു. അതൊരു ദൂത. പുള്ളിക്കൊരു മകനുണ്ട്. ജനിപ്പിച്ച മകനല്ല, ചോരയിൽ പിറന്ന മകനല്ല. പിന്നെ ഇതുപോലൊരു മിഷണറി യാത്രയിൽ തനിക്ക് കിട്ടിയൊരു മകൻ ചേർത്ത് നിർത്തി ശുശ്രൂഷയുടെയും വിശ്വാസത്തിൻ്റെയും ആദിപാഠങ്ങൾ പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്ന ഒരു മകൻ. ആരാണെന്നറിയാമോ? ആ മകൻ ലജ്ജാശീലൻ, ഒത്തിരി സംസാരിക്കാത്തവൻ, പൊതുവെ നാണം കുണുങ്ങി. ആ മകന്റെ അമ്മ വിശ്വാസത്തിലാണ്, വല്യമ്മച്ചയും വിശ്വാസത്തിലാണ്. ഒത്തിരി പ്രാർത്ഥിക്കുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മകൻ. ആ മകന്റെ പേരിൽ പ്രസിദ്ധമായ 2 ലേഖനം പുതിയ നിയമത്തിലുണ്ട്. ആ മകന്റെ പേരാണ് സാക്ഷാൽ ദൈവ മനുഷ്യനായ തിമത്തിയോസ്. ആമേൻ. കൊരിന്തിൽ നിന്നും തെസ്സലോനിക്കയിലേക്ക് പോകാൻ പൗലോസിന്റെ സാഹചര്യം തനിക്ക് അനുവദിക്കത്തില്ലെന്ന് കണ്ടപ്പോൾ ശ്രമം ഉപേക്ഷിക്കാത്ത പൗലോസ് വിളിച്ചു തന്റെ വാത്സല്യ മകൻ തിമത്തിയോസിനെ. എങ്ങനെ വിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കത്തയച്ചായിരിക്കാം, ആളെ വിട്ടായിരിക്കാം, എങ്ങനെയാണെങ്കിലും വിളിപ്പുറത്ത് തിമത്തിയോസ് പൗലോസിന്റെ അരിക്കൽ എത്തി. ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചത്? പൗലോസ് പറഞ്ഞു, മോനെ, പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ് എന്നെ വിളിച്ചത്. എന്നിട്ട് 1 മാസം ഞാൻ തെസ്സലോനിക്കയിലായിരുന്നു. അവിടെയുള്ള ദൈവമക്കൾ നിഷ്കളങ്കരാകുഞ്ഞേ, വിശ്വാസത്തിലും പ്രത്യാശയിലും ഒക്കെ സമ്പന്നരാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെനിക്ക് കൊതി വന്നില്ല, അവരെ ശുശ്രൂഷിച്ചെനിക്ക് കൊതി വന്നില്ല, അവരെ വചനം പ്രബോധിപ്പിച്ച് പഠിപ്പിച്ചെനിക്ക് മതി വന്നില്ല. അപ്പോഴാ ഒരു നിയോഗത്തോടെ ഞാൻ കൊരിന്തിലേക്ക് വന്നത്. ഇവിടെ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ നീറുക, എൻ്റെ മനസ്സ് വല്ലാതെ ഇളകുക. ഞാൻ നിന്നെ വിളിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നീ തെസ്സലോനിക്കയിലേക്ക് പോകണം. എന്തിനാണ്? എനിക്ക് പകരം നീ തെസ്സലോനിക്കയിലേക്ക് പോകണം. എന്തിനാ?
അവർ തരുന്ന ആഹാരം കഴിക്കാനല്ല, അവർ തരുന്ന സമ്മാനം സ്വീകരിക്കാനല്ല, അവിടെ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനല്ല. എനിക്ക് പകരം നീ എന്തിന് തെസ്സലോനിക്കയിലേക്ക് പോകണം? ഞാൻ അവരെ പഠിപ്പിച്ചതുപോലെ അവരെ പഠിപ്പിക്കേണ്ടതിന്, ഞാൻ അവരെ പ്രബോധിപ്പിച്ചതുപോലെ അവരെ പ്രബോധിപ്പിക്കേണ്ടതിന്, ഞാൻ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചതുപോലെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതിന് എനിക്ക് പകരം തേജസ്സിന്റെ ശുശ്രൂഷയുമായി എവിടേക്ക് പോകണം? എന്റെ പ്രിയരെ, പൗലോസ് തിമോഥെയോസിനെ കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തെസ്സലോനിക്കയിലേക്ക് വിടുക. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ തിമോഥെയോസിനെ ദൈവമാക്കിയ സ്ഥാനത്ത് 100% അവൻ വിശ്വസ്തയോടെ നിന്നപ്പോൾ ദൈവം എന്താ ചെയ്തത്? പൗലോസിന്റെ പകരക്കാരനായി തേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായി അവനെ തെസ്സലോനിക്കയിലേക്ക് അയച്ചെങ്കിൽ, ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്ത് നാം വിശ്വസ്തരായി നിന്നാൽ, നാം ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പുത്തൻ ഇടങ്ങളിലേക്ക് തേജസ്സിന്റെ ദൗത്യമായി നമ്മെ അയക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ആമേൻ. ഇന്നുവരെ പോയിട്ടില്ലാത്ത ഇടത്ത് ദൈവത്തിന് വേണ്ടി പോകാൻ ആഗ്രഹമുള്ളവർ ഇവിടെയുണ്ടോ? ഇന്നുവരെ നിന്നിട്ടില്ലാത്ത ഇടത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കൊതിയുള്ളവർ ഇതിനകത്തുണ്ടോ? ഇന്നുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത മേഖലകളിൽ കർത്താവിന് വേണ്ടി സഞ്ചരിക്കാൻ ആഗ്രഹമുള്ളവർ ഇതിനകത്തുണ്ടോ? ഒരുത്തന്റെയും കാല് പിടിക്കണ്ട, ഒരുത്തന്റെയും കയ്യെ പിടിക്കണ്ട, ഒരുത്തന്റെയും റെക്കമെൻഡേഷൻ വേണ്ട, ഒരുത്തന്റെയും ഫോൺ കോൾ വേണ്ട. ദൈവം നിന്നെ ആക്കിയ വിഷയത്തിൽ നീ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നീ ചിന്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലകളിലേക്ക് നിന്നെ പുറപ്പെടുവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്ക്. കൃപ 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 കൃപ. എന്റെ ദൈവം എന്നെ ആക്കിയ സ്ഥാനത്ത്, എന്റെ ദൈവം എന്നെ കൽപ്പിച്ചാക്കിയ വിഷയത്തിൽ ഞാൻ വിശ്വസ്തനായി നിൽക്കും. നമ്മുടെ വിശ്വസ്തതയ്ക്ക് നമ്മെ ഉയർത്താൻ കഴിയും. ആമേൻ. നമ്മുടെ വിശ്വസ്തതയ്ക്ക് നാം ചിന്തിക്കാത്ത ഇടങ്ങളിൽ നമ്മെ കൊണ്ടെത്തിക്കാൻ കഴിയും. നമ്മുടെ വിശ്വസ്തതയ്ക്ക് പരിധികളെയും ബൗണ്ടറികളെയും പൊട്ടിക്കുവാൻ കഴിയും. നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിനക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചിട്ട് ആ പ്രത്യേക സർക്കിൾ വിട്ട് നീയും നിന്റെ ശുശ്രൂഷയും ഭാവിയും പുറത്തു വരാതിരിക്കാൻ നിന്നെ പരിധി പറഞ്ഞ് കെട്ടി ഒതുക്കിയ സകല പരിധികളെയും സകല പരിമിതികളെയും പൊട്ടിച്ച് പരിധിക്കപ്പുറമായി നിന്നെ ഉപയോഗിക്കുവാൻ നിന്റെ വിശ്വസ്തതയ്ക്ക് കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നു പകൽ വചനത്തിലൂടെ ഇടപെട്ടാൽ ആ ദൂതേറ്റെടുത്ത് ദൈവം ആക്കിയ വിഷയത്തിൽ, ദൈവമാക്കിയ സ്ഥാനത്ത് ഞാൻ വിശ്വസ്തനായി നിൽക്കുമെന്ന് ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ, തിമോഥെയോസിനെ ദൈവമാക്കിയ സ്ഥാനത്ത് അവൻ വിശ്വസ്തനായി നിന്നു. അതിന്റെ ഫലമായി പൗലോസ് തിമോഥെയോസിനെ പ്രാർത്ഥിച്ച് എങ്ങോട്ട് വിട്ടു? തെസ്സലോനിക്ക. പൗലോസിന്റെ കരമ്പപ്പും പ്രാർത്ഥനയും ആശിഷങ്ങളും ഒക്കെ വാങ്ങി കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഈ തിമോഥെയോസ് എവിടേക്ക് പോവുകയാണ്? തെസ്സലോനിക്കയിലേക്ക് പോകും. പൗലോസ് ഇത്രയും നാൾ പാർത്ത്, 1 മാസം പാർത്ത് ശുശ്രൂഷിച്ച സ്ഥലത്തേക്ക് തിമോഥെയോസ് പോകാൻ നേരത്തെ പൗലോസ് തിമോഥെയോസിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഒന്ന് നിന്നേ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് എനിക്ക് പറയാനുണ്ട്. നീ തെസ്സലോനിക്കയിലേക്ക് പോകുമ്പോൾ അതിനാണ് ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുന്നത്. അതെന്നാന്നറിയാമോ? മോനെ തിമോഥെയോസേ, നീ തെസ്സലോനിക്കയിൽ ചെന്ന് പാർത്ത് അവിടെ പ്രവർത്തിച്ച് അവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ നീ മറക്കരുത്. അതിനാണ് ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഇതാണ് ഈ ലേഖനം ഉണ്ടാകാനുള്ള കാരണം. തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളുടെ പരിമിതി എന്താ?
അവരുടെ പോരായ്മ എന്താ? അവരുടെ ബലഹീനത എന്താ? അവരുടെ സംശയം എന്താണെന്ന് നീ പ്രാർത്ഥിച്ച് വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് അത് വേറെ ആരോടും പറയരുത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉറക്കെ ഒന്ന് പറഞ്ഞേ, അത് വേറെ ആരോടും പറ. അത് വേറെ ആരോടും. ആമേൻ. തെസ്സലോനിക്കയിൽ നീ ചെന്ന് പാർക്കുമ്പോൾ അവിടെയുള്ള ദൈവമക്കളുടെ പരിമിതി, അവിടെയുള്ള ദൈവമക്കളുടെ പോരായ്മ, അവിടെയുള്ള ദൈവമക്കളുടെ ബലഹീനത, സർവോപരി അവിടെയുള്ള ദൈവമക്കളുടെ സംശയം എന്താണെന്ന് പ്രാർത്ഥിച്ച് വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് നീ എഴുതി പിടിപ്പിക്കരുത്, മൈക്ക് വെച്ച് കെട്ടി പറയരുത്, വേറൊരിടത്തും പരസ്യപ്പെടുത്തരുത്. അത് നീ ഒരു റിപ്പോർട്ടാക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അത് നീ ഒരു റിപ്പോർട്ടാക്കിയിട്ട് ഏറെക്കാലം കഴിയും മുമ്പ് ആ റിപ്പോർട്ട് എൻ്റെ കരത്തിൽ കൊണ്ടുതരണം. എന്തിനാ? ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം തെസ്സലോനിക്ക സഭയ്ക്ക് എനിക്കൊരു ലേഖനം എഴുതാൻ. ഞാൻ അവരെ വിട്ട് കൊരിന്തിൽ പാർക്കുന്ന ദിവസം മുതൽ അവർക്കൊരു ലേഖനം എഴുതാൻ, അവർക്കൊരു കത്തെഴുതാൻ എൻ്റെ അകത്ത് വല്ലാത്തൊരാത്മനിയോഗം. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന്, അവരെ വചനത്തിൽ ഉറപ്പിക്കേണ്ടതിന്, അവരെ കർത്താവിന് പ്രസാദമുള്ളവരാക്കേണ്ടതിന്, അവരെ കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയുള്ളവരാക്കേണ്ടതിന് സ്നേഹസമ്പന്നരായ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾക്ക് ഒരു ലേഖനം എഴുതാൻ, ഒരു കത്തെഴുതാൻ ചില നാളുകളായി എൻ്റെ അകത്തൊരു നിയോഗം. ആ നിയോഗം എൻ്റെ അകത്ത് പുടയ്ക്കയാ. മോനെ, ഞാൻ കരം വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തെസ്സലോനിക്കയിലേക്ക് അയക്കുന്നത് നീ അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാനല്ല, നീ അവിടെ പ്രശ്നം ഉണ്ടാക്കാനല്ല, നീ അവര് തരുന്ന നന്മയോ ശാപ്പാടോ അടിക്കാനല്ല. ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് അങ്ങോട്ട് വിടുന്നത് അവർക്ക് ബലഹീനതകളുണ്ട്, പരിമിതിയുണ്ട്, പോരായ്മയുണ്ട്, സംശയമുണ്ട്. അതെല്ലാം നീ കൃത്യമായി മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ടാക്കി എൻ്റെ കയ്യിൽ കൊണ്ടുതരണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണം അവർക്ക് എനിക്കൊരു ലേഖനം എഴുതാൻ. ഒന്നാം ഘട്ടം നമ്മൾ വിടാൻ പോവാ, എഴുതാനുണ്ടായ സാഹചര്യം. അങ്ങനെ പൗലോസിന്റെ പ്രത്യേക പ്രാർത്ഥനയും നിർദ്ദേശാനുസരണം തെസ്സലോനിക്ക സന്ദർശിച്ച തിമത്തിയോസ് അവിടെയുള്ള ദൈവമക്കളുടെ ഇടയിൽ പാർത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ ബലഹീനത, സംശയം, പോരായ്മ, പരിമിതിയൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന ക്രമത്തിൽ വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഏറെക്കാലം കഴിയും മുമ്പ് ഈ റിപ്പോർട്ട് തിരികെ വന്ന് ആരുടെ കയ്യിൽ കൊടുത്തു? പൗലോസിന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ പൗലോസിന്റെ നിർദ്ദേശാനുസരണം തെസ്സലോനിക്ക സന്ദർശിച്ച് അവിടെയുള്ള ദൈവമക്കളെ കുറിച്ച് തിമത്തിയോസ് തയ്യാറാക്കി കൊടുത്ത കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊരിന്തിലിരുന്നു കൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് മനോഹരമായ ഈ ഒന്നാമത്തെ ലേഖനം എഴുതുന്നത്. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അല്ല, നല്ല ആരോഗ്യമുള്ളൊരു ഹല്ലേലൂയ പറ. അപ്പോൾ ഈടുറ്റ സുന്ദരമായ ഈ ലേഖനം തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് എഴുതാനുണ്ടായതിന്റെ പിമ്പിലെ അനുഗ്രഹിക്കപ്പെട്ട പശ്ചാത്തലം മനസ്സിലായവർക്കായി സ്തോത്രം, മനസ്സിലാകാത്തവർക്കുമായി സ്തോത്രം. മനസ്സിലാകാത്തവർക്ക് ഇനിയും ആക്കിത്തരാൻ ഒരു നിർവാഹവും. മനസ്സിലായവർ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാ പശ്ചാത്തലം. 5 അധ്യായം കൊണ്ട് അവസാനിക്കുന്ന സുന്ദര ലേഖനമാ, വായിക്കണം. ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർ ഈ ലേഖനം വായിക്കണം. അടുത്ത ഘട്ടം, ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള പൗലോസിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? അപ്പൊ അടുത്തത് ലേഖനത്തിന്റെ ലക്ഷ്യമാ. എഴുതിയ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. അങ്ങ് ദൂരെ കൊരിന്തിലിരുന്നു കൊണ്ട് ഞകലെ തെസ്സലോനിക്കയിലുള്ള ദൈവസഭയ്ക്ക് ഈ ലേഖനം ആത്മനിയോഗത്തോടെ എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിന് 4
ഗംഭീരമായ ലക്ഷ്യമാണുള്ളത്. എത്ര ലക്ഷ്യമാണ്? ഉറക്കെന്ന് പറഞ്ഞേ, കേട്ടില്ല. 4 ലക്ഷ്യം. ഇത് പ്രാർത്ഥനയുടെ എത്രാമത്തെ ദിവസം? 13. ഞാൻ ഓർത്ത് 1-ാം ദിവസമാണെന്ന്. സത്യം. 19-ാം ദിവസത്തിന്റെ സ്തോത്രമാണോ? ചതഞ്ഞ് തരിപ്പണമായ തകർന്ന സ്തോത്രം. ശരിക്കും ഞാൻ ഓർത്ത് 1-ാം ദിവസമാണെന്നാ. ഈ മൂപ്പൊക്കെ കണ്ടപ്പോ ഒന്നെന്നാ ഞാൻ ചിന്തിച്ചേ. ആ 19-ാം ദിവസത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരണം. ഇന്നൊരു വലിയ തീ ഇവിടെ കത്തണം. ഇന്ന് രാത്രിയിലും പകലിലും ഒരു വലിയ വിടുതൽ ഇവിടെ വ്യാപരിക്കണം. ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ചിലത് ചെയ്യണം. 19-ാം ദിവസത്തിന്റെ അന്തരീക്ഷം ഇതല്ല. ആത്മാവിന്റെ തീക്കകത്ത് ദൈവമക്കളായിരിക്കണം. പെട്ടെന്ന് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്ന് ഈ 19-ാമത്തെ ദിവസം ഈ പരിശുദ്ധ പ്ലാറ്റ്ഫോമിൽ ഞാൻ തെസ്സലോനിക്ക ലേഖനം കൈകാര്യം ചെയ്യുമ്പോൾ ഈ ലേഖനത്തിലൂടെ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവാത്മാവിനുള്ളതും 4 ലക്ഷ്യങ്ങൾ തന്നെയാണ്. ആമേൻ. ആ ലക്ഷ്യം നമ്മിലൊന്ന് സംഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഇന്ന് പകലത്തെ വചനത്തിലൂടെ എന്നെക്കുറിച്ച് എന്താണ് അങ്ങയുടെ പദ്ധതി, എൻ്റെ തലമുറയെക്കുറിച്ച് എന്താണ് അങ്ങയുടെ പദ്ധതി, എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എന്താണ് അങ്ങയുടെ പദ്ധതി, ആ പദ്ധതിക്കായി എന്നെ ഏൽപ്പിച്ച് തരുന്നുവെന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തമായ വിടുതൽ നമ്മിൽ വ്യാപരിക്കുന്നത്. വചനത്തിന് വിടുവിക്കാൻ കഴിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വചനത്തിന് കെട്ടുകൾ പൊട്ടിക്കാൻ കഴിയും. വചനത്തിന് ചങ്ങലകളെ തകർക്കാൻ കഴിയും. വചനത്തിന് അടഞ്ഞ വാതിലുകളെ തുറക്കാൻ കഴിയും. വചനത്തിന് രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ കഴിയും. വചനത്തിന് പുത്തൻ വൻകാര്യങ്ങളെ ചെയ്യാൻ കഴിയും. വചനത്തിന് മരുഭൂമിയിൽ നീരുറവയെ തുറക്കാൻ കഴിയും. വചനത്തിന് നിർജ്ജലമായ മണ്ഡലങ്ങളിൽ പിടിവഴിയെ തുറക്കാൻ കഴിയും. നിനക്ക് ചിന്തയ്ക്കപ്പുറമായ അഗോചരമായ വൻകാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ എന്ന് പകൽ വചനത്തിന് കഴിയും. കെട്ടപ്പെട്ടവർ ഇന്ന് പകൽ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ കെട്ടുകൾ അഴിക്കാൻ വചനത്തിന് കഴിയും. ചികിത്സിച്ചിട്ട് മാറാത്ത രോഗത്തിന്റെ വള്ളിക്കെട്ടുകളാൽ വലയുന്നവർ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ രോഗത്തിന്റെ കെട്ടുകളെ മരുന്നില്ലാതെ സൗഖ്യമാക്കാൻ വചനത്തിന് കഴിയും. നിന്നെ ഞെരുക്കുന്ന സമസ്ത മേഖലകളിലും ശക്തമായ വിടുതൽ നിനക്ക് തരാൻ ഇന്ന് പകൽ വചനത്തിന് കഴിയും. കരമടിച്ച് വചനത്തിന്റെ ശക്തമായ വിടുതൽ വ്യാപരിക്കട്ടെ. അന്യഭാഷ പ്രാപിച്ചവർ അഭിഷേകം പ്രാപിച്ചവർ ഇന്ന് പകൽ മൗനമായിരിക്കാതെ ആത്മാവിൽ ബലപ്പെട്ട് വചനത്തിന്റെ മുൻപാകെ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോഴാണ് വചനത്തിന്റെ വിടുതൽ നമ്മിൽ വെളിപ്പെടുന്നത്. നിങ്ങളെ വെറുതെ അല്ല ദൈവം ഇന്ന് കൂട്ടിക്കൊണ്ട് വന്നത്. ആദ്യം ചിന്തിച്ച് 2 മണിക്കൂർ കളയാനല്ല നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. സകല പരിസരവും വഴി നിന്റെ മനസ്സ് പറന്ന് നടക്കാനല്ല, ഏകാഗ്രത ഇല്ലാത്ത വ്യക്തിയായിരിക്കാനല്ല ദൈവം നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ചിലത് നിനക്ക് വേണ്ടി തരാനാണ്, ചിലത് നിനക്ക് വേണ്ടി ചെയ്യാനാണ്, ചിലത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ദൈവാത്മാവ് ഇന്ന് പകൽ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. കൃപ. ആരും ഇന്ന് പകൽ നിരാശയോടെ മടങ്ങരുത്. ഒരെണ്ണം പോലും ദൈവത്തിന്റെ സ്പർശനം അനുഭവിക്കാതെ ഇവിടം വിട്ട് മടങ്ങരുത്. ഈ പകൽ ചില കെട്ടുകളെ ദൈവം അഴിക്കും.
ഈ പകൽ ചില ആഭിചാരങ്ങളെ ദൈവം പൊട്ടിക്കും. ഈ പകൽ നീ അറിയാതെ നിന്നെ തകർത്ത് കളയാൻ നിന്റെ ശരീരത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില രോഗത്തിന്റെ ആത്മാവിനെ ദൈവം ശാസിക്കും. Yes. Oh, Shakarabadhanalaba. പെട്ടകത്തോട് ചേർന്ന് ഒരു കൊച്ചു കുഞ്ഞു കിടപ്പുണ്ട്. അവന്റെ പേര് ശാമുവേൽ എന്ന. ദൈവം ഒരിക്കൽ അവനെ വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. ദൈവശബ്ദത്തിന്റെ മുമ്പിൽ പ്രതികരിക്കുവാൻ പരിചയമില്ലാത്ത കുഞ്ഞോർത്തു എന്നെ വിളിച്ചത് പുരോഹിതനായിരിക്കും. വിളി കേട്ടവൻ ഓടി പുരോഹിതന്റെ അരിക്കൽ ചെന്ന് ചോദിച്ചു, എന്നെ വിളിച്ചോ? പുരോഹിതൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, ചെന്ന് കിടക്ക്. വീണ്ടും പോയി കിടന്നപ്പോ വീണ്ടും വിളിച്ചു, ശമൂവേലേ, ശമൂവേലേ. ചാടി വീണ്ടും പുരോഹിതന്റെ അടുക്കൽ ചെന്ന് എന്നെ വിളിച്ചോ? പുരോഹിതൻ പറഞ്ഞു, നിന്നെ വിളിച്ചില്ല, പോയി കിടക്ക്. തിരിഞ്ഞു പോയപ്പോ പുരോഹിതൻ പറഞ്ഞു, ഒന്ന് നിന്നേ. ഇനിയും അങ്ങനെ നിന്നെ വിളിച്ചാൽ ഓടി എൻ്റെ അടുത്ത് വരണ്ട. ആ വിളി കേൾക്കുമ്പോ മുട്ടുകുത്തി കൈ ഉയർത്തി പിടിച്ചു മേപ്പോട്ട് നോക്കി പറയണം, അരുളി ചെയ്യണമേ, അടിയണിതോ. വിട്ടില്ല. മൂന്നാം തവണയും ദൈവം അവനെ വിളിച്ചപ്പോൾ ചാടി പുരോഹിതന്റെ അടുത്ത് പോകാതെ വിളി കേട്ടയിടത്ത് മുട്ടുകൊത്തി കരമുയർത്തിയ കൊച്ചു പറയുക, അരുളി ചെയ്യണമേ, അടിയണിതാ. ദൈവ ശബ്ദത്തിന്റെ മുൻപാകെ പ്രതികരിക്കാൻ താണിയില്ലാത്തവൻ പുരോഹിതന്റെ വാക്ക് കേട്ട് അടിയണിതാ എന്ന് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുൻപാകെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ആ ദൈവ ശബ്ദം അവനെ വെറുതെ വിട്ടില്ല. ആ വിളി അവനെ വെറുതെ വിട്ടില്ല. ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ കരുത്തുള്ള കരങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന കാലം കണ്ട കരുത്തനായ പ്രവാചകനാക്കി ആ ശബ്ദം അവനെ മാറ്റിയെങ്കിൽ, യെസ്, ഇവിടെ വചനത്തിന് നിന്റെ ചരിത്രത്തെ മാറ്റാൻ, നിന്റെ ഗതിയെ മാറ്റാൻ, നിന്റെ സാഹചര്യത്തെ മാറ്റാൻ കരുത്തുണ്ടെന്നുള്ള കാര്യം ഇന്നു പകൽ മറന്നു പോകരുത്. അപ്പൊ ഈ തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിന് 4 ലക്ഷ്യമാണുള്ളത്. 4 ലക്ഷ്യം. എത്ര സുന്ദരമാണെന്നറിയാമോ ആ 4 ലക്ഷ്യം? കോർത്തമാലയുടെ മുത്ത് സുന്ദരമായി ചേർന്നൊട്ടിക്കിടക്കുന്ന പോലെ ഒന്നൊന്നിന് മെച്ചമാണ് 4 ലക്ഷ്യം. ഈ ലേഖനത്തിന്റെ മുമ്പിൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ എന്നെ പിടിച്ചിരുത്തിയത്, ഈ ലേഖനം ഒരുപാട് ധ്യാനിക്കുവാൻ എനിക്ക് പ്രേരണ നൽകിയത്, ഈ ലേഖനത്തിന്റെ മുമ്പിൽ, ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെക്കുറിച്ചുള്ള പൗലോസിന്റെ ലക്ഷ്യങ്ങളാണ് ഈ ലേഖനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. വെറുതെ അവരെ ഇളക്കാനല്ല ലേഖനം എഴുതിയത്, വൈകാരികമായവരെ ചലിപ്പിക്കാനല്ല ലേഖനം എഴുതിയത്. താനൊരു വാഗ്മിയാണ്, പണ്ഡിതനാണ്, എഴുത്തുകാരനാണെന്ന് നാലാരെ കാണിക്കാനല്ല ലേഖനം എഴുതിയത്. അങ്ങ് ദൂരെ കൊരിന്തിരുന്ന് കൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് ആത്മനിയോഗത്തിലൂടെ നാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിഗംഭീരമായ 4 ലക്ഷ്യമാണ് ഈ ലേഖനത്തിലൂടെ പൗലോസിന് തെസ്സലോനിക്ക സഭയെ കുറിച്ചുള്ളത്. ആ ലക്ഷ്യം ഒന്ന് കേട്ട്, ലക്ഷ്യം വിസ്തരിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ കേട്ടോ. ലക്ഷ്യം 1, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ, പ്രത്യേകിച്ച് അവിടുത്തെ യുവവിശ്വാസികളെ താൻ പഠിപ്പിച്ച വചനത്തിന്റെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ഉറപ്പിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ലക്ഷ്യം 2, കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പ്രബോധിപ്പിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ലക്ഷ്യം 3 ഇച്ചിരി ഡിഫറന്റ്, ഞാൻ വിശദീകരിക്കാം. മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയയുടെ പറയണം. 4, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഉച്ചത്തിലൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉണ്ടാവ് തന്നെ.
അപ്പൊ 4 ഗംഭീരമായ ലക്ഷ്യമാണ് ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്ക സഭയെ കുറിച്ച് പൗലോസുണ്ട്. ഇത് ലക്ഷ്യം അല്പാൽപ്പം ഒന്ന് വിശദീകരിക്കുക. ഒരു ലക്ഷ്യം 1 മണിക്കൂറിലധികം വിശദീകരിക്കാനുണ്ട് കേട്ടോ. ലക്ഷ്യം 1 എന്തായിരുന്നു? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ പറയാം. അവരെ പഠിപ്പിച്ച അടിസ്ഥാന ഉപദേശത്തിൽ അവരെ, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ, പ്രത്യേകിച്ച് യുവവിശ്വാസികളെ, അന്നും ഡ്രാക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഇന്നും യുവാക്കൾ ഡ്രാക്ക് തെറ്റിപ്പോകാൻ സാധ്യത. അന്നും വചനത്തിന്റെ വ്യവസ്ഥ, ഇന്നും സത്യവചനത്തിന്റെ നിർമ്മലമായ വ്യവസ്ഥ വിട്ട് ഒരുപാട് മേഖലകളിലേക്ക് യൗവനങ്ങൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ചാഞ്ചാടിപ്പിക്കാൻ മുതിർന്നവരും പക്വതയുള്ളവരും കൂട്ടുനിൽക്കുക. അതിലൊക്കെ കഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങ് വിഴുങ്ങി. ഓക്കെ, അടുത്ത പാമ്പ. അവരെ പഠിപ്പിച്ച്, അവിടെയുള്ള യുവവിശ്വാസികളെ പഠിപ്പിച്ച് വചനത്തിന്റെ നിർമ്മലമായ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ അവരെ ഉറപ്പിക്കുക. ഈ ലേഖനത്തിലൂടെ നമ്മെക്കുറിച്ചുള്ള ദൈവാത്മാവിന്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യങ്ങളിൽ ഉറപ്പുള്ളവരായിരിക്കുക. ആ തീരുമാനം അകത്തുള്ള ദൈവമക്കളാണ് ഇതിനകത്ത് തന്നെ കേൾക്കുന്നവരെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ തീരുമാനം അകത്തുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ആരൊക്കെ മാറിയാലും, എന്തൊക്കെ മാറിയാലും, ഏതൊക്കെ മാറിയാലും, ആകാശം ഭൂമിയുള്ള കാലം, എൻ്റെ തൊണ്ടക്കൊടിയിൽ ശ്വാസമുള്ള അവസാന നാളോളം വചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി ഞാൻ വിശ്വസ്തയോടെ നിൽക്കുമെന്ന് തീരുമാനമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, നിങ്ങളോട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം പറയാം. വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യത്തിന് വേണ്ടി കാലഘട്ടങ്ങളിലും വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവവൈതലേ, ഒരിടത്തും നിന്റെ തലകുനിയാൻ, ഒരിടത്തും നീ പരാജയപ്പെടാൻ, ഒരിടത്തും നീ നാണം കെടുവാൻ, ഒരിടത്തും നീ തോറ്റ് പിന്തിരിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. പലയിടത്തും നിന്റെ തലകുനിയുന്നത് കാണാൻ, പലയിടത്തും നീ അപമാനിതനാകുന്നത് കാണാൻ, പലയിടത്തും നീ തോറ്റ് പിന്തിരുന്നത് കാണുവാൻ നിന്റെ പ്രതിയോഗിയായവൻ അണിയറയിൽ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുമ്പോൾ, കാലഘട്ടങ്ങളിലും നിർമ്മലമായ വചനത്തിന്റെ ഉപദേശ സത്യത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവവൈതലേ, ഒരിടത്തും നിന്റെ തലകുനിയാൻ, ഒരിടത്തും നീ പരാജയം ഏറ്റുവാങ്ങുവാൻ വിളിച്ച ദൈവം അനുവദിക്കത്തില്ല. വചനത്തിന്റെ ഉപദേശ സത്യത്തിന് വേണ്ടി അന്ത്യം വരെ വിശ്വസ്തരായി നിൽക്കുക. ആ തീരുമാനമുള്ളവർ കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. തീമോഥെയോസിനോട് പൗലോസ് പറയുന്ന അത് തന്നെയാണ്. മരിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പും കാരാഗരത്തിൽ കിടന്നുകൊണ്ട് മകൻ എഴുതുക, ദൈവത്തെയും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള യേശുക്രിസ്തുവിനെയും അവന്റെ പ്രത്യക്ഷതയും രാജ്യം ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിച്ചെഴുതുക. നീ വചനം തീമോഥെയോസിന്റെ ലേഖനം വായിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു ലേഖനം ഉണ്ട് ബൈബിളിൽ കേട്ടോ. വലിയ പിടുത്തമില്ലെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയുള്ള സാധനമുണ്ട്. നീറോയുടെ പട്ടാളക്കാരെ കഴുത്ത് വെട്ടിക്കളയാൻ വാളിലാകുന്ന ശബ്ദം മരണമണികളായി കാതിൽ മുഴങ്ങുമ്പോൾ തടവറയിൽ കിടന്നിട്ട് മകൻ എഴുതുക, ഞാൻ ദൈവത്തെയും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള യേശുക്രിസ്തുവിനെയും അവന്റെ പ്രത്യക്ഷതയും രാജ്യം ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിച്ചെഴുതുക. വചനം പ്രസംഗിക്കുക. വചനം ഉറക്കെന്ന് പറഞ്ഞേ. സുവിശേഷ വിരോധി കൊല്ലാൻ തുടങ്ങുമ്പോൾ, ചക്രവർത്തി പട്ടാളക്കാര് കഴുത്തുപറ്റാൻ വാളിലാകുമ്പോൾ, ഒരാത്മീക പിതാവിന്റെ ഉത്തരവാദിത്വം, കടപ്പാട് തന്റെ മകനോട് പറയുക, വചനം പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? അതിന് നീ സമയത്തിലും അസമയത്തിലും ഒരുക്കമുള്ളവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ
വചനം പ്രസംഗിക്കാൻ കിട്ടുന്ന ഒറ്റ അവസരം നഷ്ടമാക്കരുത്. ചാടി കയറി എന്ത് ചെയ്തോണം? അതും പറയരുത്. വചനം കളയാട്ടും ചള്ളും പൊട്ടും അവിഞ്ഞ കുറെ തമാശയും അതൊന്നുമല്ല. കർണരസമാകുമാറ് കെട്ടുകഥകളും കിഴവിക്കഥകളുമല്ല. കർണരസമാകുമാറുള്ള കിഴവിക്കഥകളെ കൊണ്ട്, കെട്ടുകഥകളെ കൊണ്ട്, തമാശകളെ കൊണ്ട് വേദിയെ ഇളക്കാനല്ല പറഞ്ഞത്. വചനം പ്രസംഗിക്കണം. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മെ ഉറപ്പിക്കുന്നത് വചനമാണ്. നമ്മെ പണിയുന്നത് വചനമാണ്. പ്രതിസന്ധികളിലും ഏകാന്തതകളിലും കരുത്തു പകരുന്നത് വചനമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്തത് ദൈവത്തിന്റെ വചനമാണ്. പ്രസംഗിക്കണം. ഹല്ലേലൂയ. പിന്നെ തീമോഥെയോസിനോട് പറയുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ബാക്കി ഇന്ന് ഞാൻ തന്നെ വാദിയും പ്രതി. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ കൊള്ളാവുന്നവനായി ശ്രമിച്ചോണം. അപ്പൊ ഈ ലേഖനത്തിലൂടെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ചുള്ള പൗലോസിന്റെ പ്രഥമ ലക്ഷ്യം അവരെ പഠിപ്പിച്ച വചനത്തിന്റെ ഉപദേശ സത്യങ്ങളിൽ അവരെ ഉറപ്പിക്കുക. എന്തോ ലക്ഷ്യമായില്ലേ? നല്ല ലക്ഷ്യമല്ലേ? വചനത്തിന്റെ ഉപദേശ സത്യങ്ങളിൽ അവരെ. അപ്പൊ അവരെ ഇളക്കിക്കളയാനുള്ള ശക്തികൾ പിൻപിലുണ്ട്. വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യങ്ങളിൽ നിന്നും അവരെ പറിച്ചു കളയാനുള്ള പോരാട്ടങ്ങളും പ്രശ്നങ്ങളും മുൻപിലുണ്ട്. അത് ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പൗലോസ് എഴുതുമ്പോൾ തനിക്കുള്ള ലക്ഷ്യം വചനത്തിൽ അവരെ ഉറപ്പിക്കണം. കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോ ഈ 1 മാസം തെസ്സലോനിക്ക സന്ദർശിച്ച പൗലോസ് ഈ 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ പഠിപ്പിച്ചത് എന്നാ? 30 ദിവസം അദ്ദേഹം 30 ദിവസം തെസ്സലോനിക്കയില്, 18 മാസം കൊരിന്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല. എത്ര ദിവസമാണ് തെസ്സലോനിക്കയില്? ഷോർട്ട് പീരീഡ്, കേവലം 30 ദിവസം, ഒറ്റ മാസം. ആ 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ താൻ പഠിപ്പിച്ചത് എന്താ? കഥയാണോ? ആട്ടമാണോ? ആക്ഷൻ സോങ് ആണോ? ചരിത്രമാണോ? കൂട്ടാൻ വെക്കാനാണോ? 1 മാസം കൊണ്ട് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ പൗലോസ് പഠിപ്പിച്ചത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യത്തെ കുറിച്ചാ. അത് പഠിപ്പിച്ചേ ഏറെക്കുറെ അവരെ ഉറപ്പിച്ചിട്ട് അവരെ വിട്ട് കൊരിന്തിൽ പാർക്കുമ്പോ അപ്പന്റെ മനസ്സ് പിടയുന്ന പോലെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ ഓർത്ത് പൗലോസിന്റെ മനസ്സ് പിടയാനുള്ള കാരണം എന്നാണെന്നറിയാമോ? താൻ പ്രാർത്ഥിച്ച് അവരെ പഠിപ്പിച്ച വചനത്തിന്റെ നിർമ്മലമായ ഉപദേശ സത്യം വിട്ട് അവരുടെ ഹൃദയം വ്യതിചലിക്കുമോ എന്നോർത്ത് ഹൃദയം ഭയപ്പെടുക. അപ്പൊ ഈ ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം പഠിപ്പിച്ച വചനത്തിന്റെ ഉപദേശ സത്യങ്ങളിൽ അവരെ ഉറപ്പിക്കുക. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ലേഖനത്തിലൂടെ ഇവിടെയുള്ള ദൈവസഭയെ കുറിച്ചുള്ള ദൈവാത്മാവിന്റെ പ്രഥമ ലക്ഷ്യം വചനത്തിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം എന്നാണെന്നറിയാമോ? ഒന്നുപോലെ സുന്ദരമാണ് രണ്ടാമത്തെ ലക്ഷ്യം. എന്തായിരുന്നു? ആരാ പറഞ്ഞേ? ഓക്കെ, ദൈവം അഭിനന്ദനങ്ങൾ. കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പ്രബോധിപ്പിക്കുക. ആർക്ക് പ്രസാദകരമായി? കർത്താവിന്. അപ്പൊ ഈ ലേഖനത്തിലൂടെ നമ്മെക്കുറിച്ചുള്ള ദൈവാത്മാവിന്റെ രണ്ടാമത്തെ ലക്ഷ്യം, നമ്മളുടെ കൊച്ചു ജീവിതം ആർക്ക് പ്രസാദമായിരിക്കണം?
മാറത്ത് കരം വെച്ച് എപ്പോഴും നമുക്ക് പറയാൻ കഴിയണം, 70, 60, 80 ആയുസ് കൊണ്ട് പര്യവസാനിക്കുന്ന എൻ്റെ കൊച്ചു ജീവിതം എൻ്റെ ദൈവത്തിന് പ്രസാദമാണെന്ന് പറയാ പ്രാഗഭ്യമുള്ള ദൈവമക്കളെ ഓർത്ത് സ്വർഗം ഇന്ന് പകൽ സന്തോഷിക്കുകയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായിരിക്കണം. വിശദീകരിക്കുന്നില്ല. പണ്ട് ദാവീദ് പാടിയല്ലോ, എൻ്റെ കർത്താവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. റോമാലേഖനത്തിൽ വിശുദ്ധ ശ്ലീഹൻ എന്താ പ്രബോധിപ്പിക്കുന്നത്? സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിങ്ങൾ അനുരൂപരാകരുത്. നന്മ എന്താ, പൂർണ്ണത എന്താ, പ്രസാദം എന്താ എന്നുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുപതുക്കി രൂപാന്തരപ്പെടണം. എന്നിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. വിശ്വാസിയെ, ഈ ലോകത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ധനമോ പ്രശസ്തിയോ സ്ഥാനമാനമോ സമ്പത്തോ അല്ല. ഈ ലോകത്തിലുള്ള ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസാദമാ. കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുകേ. ദൈവത്തിന്റെ പ്രസാദമാ. ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന്റെ പ്രസാദമാ. ലോകത്തിൽ നമുക്കെല്ലാം ഉണ്ട്. ദൈവത്തിന്റെ പ്രസാദം നമ്മിലില്ലെങ്കിൽ നമ്മെ പോലെ അരിഷ്ടരാരില്ല. ലോകത്തിൽ നമുക്കൊന്നുമില്ല. ദൈവത്തിന്റെ പ്രസാദം നമ്മിലുണ്ടെങ്കിൽ നമ്മെ പോലെ ഭാഗ്യമുള്ളവർ വേറെ ആരുമില്ല. ദൈവത്തിന് പ്രസാദമുള്ള പ്രിയ മക്കളായി തീരോ. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള തൻഹിതമെന്തെന്നോ ഞാൻ അറിയുന്നു. നന്മയും രണ്ടുപേരും ചേർന്ന് പാടിയേ. മാറിടുന്നു നിത്യം, മാറിടുന്നു നിത്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യം. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ചേർന്ന് കരമടിച്ചു പാടി ആരാധിച്ച് ഞാനെന്നും മോദമാ. ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജന ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജന ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല തികയ്ക്കുന്ന എന്റെ ആഹാരം. വേല തികയ്ക്കുന്ന എന്റെ ആഹാരം. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ. ഞാനെന്നും മോദമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ. പൂർണ്ണ
ഒരു ദൈവ പൈതലിന് ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസാദമാണ്. നമ്മുടെ ആയുസ് എത്രയെന്ന് നമുക്കറിയത്തില്ല. നാം വയലിലെ പൂ പോലെയാണ്. രാവിലെ മുളച്ചു വരുന്നു, വൈകുന്നേരമാകുമ്പോൾ അത് അരിഞ്ഞു വാടിപ്പോകുന്നു. നാം അത്ര ക്ഷണികരാണ്. ദൈവം നമുക്ക് നൽകുന്ന കൊച്ചായുസ് കൊണ്ട് എരിഞ്ഞടങ്ങുന്ന നമ്മുടെ ഈ ചെറിയ ജീവിതം നമ്മുടെ സിട്ടാവായ ദൈവത്തിന് പ്രസാദമായിരിക്കട്ടെ. ധനം വേണ്ടെന്ന്, കുലമഹിമ വേണ്ടെന്ന്, സമ്പത്ത് വേണ്ടെന്ന്, സൗന്ദര്യം വേണ്ടെന്ന്, ലോകം തരുന്ന ഒന്നും വേണ്ടെന്ന്, ലോകത്തിൽ ലോകക്കാരുടെ മുമ്പിൽ നീ വട്ടപൂജ്യമാകട്ടെ. നിന്റെ ചെറിയ ജീവിതം ദൈവത്തിന് പ്രസാദമാണ്. നിന്നെ പോലെ ഭാഗ്യമുള്ള വ്യക്തി ഇന്ന് പകൽ ആ തീരുമാനത്തിലേക്ക് നീ കാല് വെക്കുമ്പോൾ അന്ധകാരങ്ങൾ പരാജയപ്പെടും, ബന്ധനങ്ങൾ വഴിമാറും. എന്റെ കൊച്ചു ജീവിതം അങ്ങേക്ക് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നുവെന്ന് അടിമുടിയാവാതെ ചൂടം സൃഷ്ടാവിന്റെ മുമ്പിൽ നിന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങും. ഒരു പോരാട്ടങ്ങൾക്കും നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. ഒരു ബാധയ്ക്കും നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. ഒരു അനർത്ഥത്തിനും നിന്നെ പകയ്ക്കാൻ കഴിയത്തില്ല. ഒരു കൂരിരുട്ടിനും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവം നിനക്ക് അനുകൂലമായി ഇറങ്ങി വരും. നമ്മുടെ ചിന്തകൾ വിശുദ്ധമാകട്ടെ, നമ്മുടെ നോട്ടം വിശുദ്ധമാകട്ടെ, നമ്മുടെ സംസാരം വിശുദ്ധമാകട്ടെ, നമ്മുടെ രഹസ്യ ജീവിതം വിശുദ്ധമാകട്ടെ, നമ്മുടെ പരസ്യ ജീവിതം വിശുദ്ധമാകട്ടെ. ഇന്നലെ വരെ ദൈവത്തിന്റെ തിരുമുറിവുകളെ വേദനിപ്പിക്കുന്ന, ഇന്നലെ വരെ ദൈവത്തിന്റെ വിശുദ്ധിക്ക് നിരക്കാത്ത, ഇന്നലെ വരെ ദൈവത്തിന്റെ പരിശുദ്ധിക്ക് പൊറുക്കാത്ത പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇടപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അബദ്ധ സഞ്ചാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കുടഞ്ഞു കളയുക, മടങ്ങി വരിക. Come back in the name of Jesus. കൃപയിലേക്ക് മടങ്ങി വരിക. ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരിക, ആത്മനിറവിലേക്ക് മടങ്ങി വരിക, അഭിഷേകത്തിലേക്ക് മടങ്ങി വരിക. യൗവനക്കാരേ, യൗവനക്കാരേ, നിങ്ങളുടെ ജീവിതം പരിശുദ്ധമാകട്ടെ, നിങ്ങളുടെ ചിന്തകൾ വിശുദ്ധമാകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതാകട്ടെ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. മിടുക്കന്മാരുണ്ട്, സമർത്ഥന്മാരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, സാമ്പത്തികമായി ഉയർന്നവരുണ്ട്. ദൈവം നോക്കുമ്പോൾ ഇവരെല്ലാം ധാരാളം. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കുറവായി കാണുന്നത് വിശ്വസ്തന്മാരാണ്. ഒരു വീക്ഷാഗോപുരത്തിൽ നിന്നും ഒരു രാജാവ് തന്റെ പ്രജയെ വീക്ഷിക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്നും മഹാരാജാവായ ദൈവം ഭൂമിയിലേക്ക് നോക്കുകയാ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറയുമ്പോൾ ഒരു വിശ്വസ്തനുണ്ടോ, ഒരു വിശ്വസ്തയുണ്ടോ എന്ന് പകലൊന്ന് മടങ്ങി വരാൻ എത്ര പേർ തയ്യാറാണ്? കൃപയിലേക്കൊന്ന് മടങ്ങി വരാൻ, ആദ്യകാല വിശുദ്ധിയിലേക്കൊന്ന് മടങ്ങി വരാൻ, ആദ്യകാല കണ്ണുനീരിലേക്കൊന്ന് മടങ്ങി വരാൻ, ആദ്യകാല ആത്മനിറവിലേക്കൊന്ന് മടങ്ങി വരാൻ, ആദ്യകാല ജീവിതത്തിന്റെ പരിശുദ്ധിയിലേക്കൊന്ന് മടങ്ങി വരാൻ എത്ര ദൈവമക്കൾ തയ്യാറാണ്? ഓ
ദൈവത്തിന്റെ ഹിതമല്ലാത്ത എല്ലാ നോട്ടങ്ങളെ ഉപേക്ഷിക്കുക. ദൈവത്തിന്റെ ഹിതമല്ലാത്ത എല്ലാ ചിന്തകളെ ഉപേക്ഷിക്കുക. ദൈവത്തിന്റെ ഹിതമല്ലാത്ത എല്ലാ ബന്ധങ്ങളെയും കുടഞ്ഞെറിയുക. ദൈവത്തിന്റെ ഹിതമല്ലാത്ത എല്ലാ വാട്സപ്പ് ചാറ്റുകളും ഉപേക്ഷിക്കുക. ദൈവത്തിന് ഹിതമല്ലാത്ത എല്ലാ ഇടപാടുകളോടും വിട പറയുക. നമുക്കൊന്ന് മടങ്ങി വരൂ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഇടപാടുകളും ബന്ധങ്ങളും ഹിതകരമല്ലാത്ത യാത്രകളും ചിന്തകളും നോട്ടങ്ങളും ഹൃദയ വിചാരങ്ങളും ഒരിക്കലും നമ്മെ ജയത്തിൽ കൊണ്ടെത്തിക്കത്തില്ല. നാശത്തിലും തകർച്ചയിലും പരാജയത്തിലും കൊണ്ടെത്തിക്കും. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ഈ 19ാമത്തെ പകൽ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവരെ പ്രബോധിപ്പിക്കുക. ഇനി 3-4 ലക്ഷ്യം ഞാൻ വേഗം പറഞ്ഞു നിർത്താം. 1 മണിക്കകത്ത് നിർത്തുമെന്നും പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റത്. പക്ഷെ ദൈവത്തിന്റെ വചനം എന്നെ ബലപ്പെടുത്തി. എനിക്കും ആഴമായി ഒന്ന് മടങ്ങി വരുവാൻ, എനിക്കും ആഴമായി എൻ്റെ ദൈവത്തോടൊന്ന് അടുക്കാൻ, എനിക്കും ആഴമായി ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ഇറങ്ങാൻ ഈ 19ാമത്തെ പകലത്തെ ശുശ്രൂഷ ഒരു മുഖാന്തരമായി ഞാൻ വിശ്വസിക്കുന്നു. നഷ്ടപ്പെട്ട ഏതൊക്കെയോ മേഖലകൾ എൻ്റെ ദൈവം എനിക്ക് മടക്കി തന്നിട്ടുണ്ട്. ദൈവത്തോട് അടുക്കാൻ പറ്റാത്ത ചില കെട്ടുകളെ ദൈവം പൊട്ടിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെക്കാൾ ഉപരി ഈ പകലത്തെ വിടുതൽ ശുശ്രൂഷ എനിക്കും ഒരു വിടുതലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനത് അനുഭവിക്കുകയാണ്. നമ്മുടെ ഓരോ കൂട്ടായ്മയും നമ്മുടെ കുറവുകളെല്ലാം ചെത്തി നമ്മെ ദൈവത്തോട് അടുപ്പിക്കണം. ഓരോ കൂട്ടായ്മയും കർത്താവിൽ നമ്മെ പരിപൂർണരാക്കി മാറ്റണം. ആമേൻ. ക്രിസ്തുവിനോട് കൂടെ വസിക്കാൻ ആഗ്രഹിച്ച പൗലോസ് അടുത്തടുത്ത് ചെന്നിട്ട് പറയുക, ക്രിസ്തുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു, കൂടെയല്ല അവനിൽ വസിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ഓരോ കൂട്ടായ്മയും നമ്മെ അടുപ്പിക്കണം. ഓരോ കൂട്ടായ്മയ്ക്ക് വരുമ്പോഴും വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർക്കുന്ന കല്ലായി നാം എഴുന്നേക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയൊക്കെ നമ്മെ പണിയുന്ന ദിവസം ഒരു വർക്ക്ഷോപ്പാണ്. ഒരു വണ്ടി സർവീസിന് കയറ്റുന്നത് പോലെ കേടായ പാർട്സുകൾ മാറി നീക്കം ചെയ്യേണ്ടിയ മണ്ഡലങ്ങളെല്ലാം നീക്കം ചെയ്ത് ആമേൻ പുതിയ പാർട്സുകളൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മെ ഒരു പുത്തൻ ഒരു വാഹനമാക്കി നിരത്തിലിറക്കുന്ന ഒരു വർക്ക്ഷോപ്പ് സംവിധാനമാണ് ഫാസ്റ്റിംഗ് പ്രയർ. നമ്മുടെ കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അടുക്കുക. ഈ ദിവസങ്ങൾ ദൈവത്തോട് അടുത്തവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ ലേഖനം എഴുതുമ്പോൾ 3ാമത്തെ ലക്ഷ്യം എന്നാണെന്നറിയാമോ? അത് തന്നെ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുന്നതല്ല, ദുഃഖിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ ആശ്വസിപ്പിക്കും. അപ്പൊ ഈ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല, ഗുരുതരമായ ഒരു വലിയ പ്രശ്നമാണ്. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് പറ ദുഃഖിച്ചിരിക്കുക. താമസിച്ചു പോയോ? നേരത്തെ വരണ്ടായിരുന്നു. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കും. അത് ചെറിയ പ്രശ്നമല്ല മക്കളെ, ഗുരുതരമായ പ്രശ്നമാണ്. തെസ്സലോനിക്കയിലുള്ളവരുടെ ഗുരുതരമായ പ്രശ്നം മരിച്ചുപോയവരെ ഓർത്ത്. നല്ല അന്യഭാഷ ആരാധനയൊക്കെയാണ്, വെളിപ്പാടൊക്കെയാണ്, നല്ല പ്രത്യാശയിലൊക്കെ അവര് തിരിച്ചുകൂടിയില്ല. പക്ഷെ അവരുടെ പ്രശ്നം ദുഃഖിച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ദുഃഖം കയറും.
പിന്നെ സാക്ഷ്യം പറയത്തില്ല, തിരുവത്താഴം എടുക്കത്തില്ല, അടുത്തിരിക്കുന്നവരോട് മിണ്ടത്തുമില്ല, ആരോടും പണക്കമൊന്നുമില്ല. ദുഃഖിച്ച് അങ്ങനെയുള്ളവര് ഇടക്കൊക്കെ എവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഉണ്ട്. അത് മരിച്ചവരെ കുറിച്ചുള്ള ദുഃഖമല്ല, അതിന് വേറെ മരുന്നുണ്ട്. ആമേൻ. ഈ മരിച്ചു പോയവരെ കുറിച്ചുള്ള ദുഃഖം സാർവലൗകികമാണ്, അല്ലേ? മരിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും എന്താ ദുഃഖമാണ്. നമ്മുടെ വീട്ടിലൊക്കെ മരിച്ചു പോയവരുണ്ട്. അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമാണോ? മരിച്ചുപോയവരെ ഓർത്ത് തുള്ളിച്ചാടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ചികിത്സ ഇവിടെ ഇല്ല, അങ്ങ് ജഗതിക്കപ്പുറം ഊളംപാറയുണ്ട്, അവിടെയുള്ള ചികിത്സ. 2 ആഴ്ച അവിടെ കിടന്നാൽ മതി, പ്രശ്നമെല്ലാം മാറും. ആരെയും കൂട്ടു നിർത്തത്തില്ലെന്നേ ഉള്ളൂ. മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖം സാർവലൗകികമാണ് മക്കളെ. സ്നേഹസമ്പന്നയായ എൻ്റെ അമ്മച്ചി മരിച്ചിട്ട് 13 വർഷം പൂർത്തിയായി, 14ലേക്ക് കയറി. എന്നും വീട്ടിൽ അമ്മയുടെ ശ്വാസത്തിന്റെ ഗന്ധം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഇന്നും വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഉണ്ടോ എന്നൊരു ചിന്തയാണ്. ആ ഓർമ്മയെ പുള്ളി അവിടെ ഇല്ല, പോയി. പാമ്പ് പട ഉരിഞ്ഞു കളഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് ഇഴയുന്ന പോലെ 70-75 വർഷം ഇവിടെ പാർത്ത തൻ്റെ കൂടാരം ഇവിടെ ഇട്ടിട്ട് ദൈവം ഒരുക്കിയ നിത്യവാസ സ്ഥലത്തേക്ക് പോയി. ആ ഓർമ്മകൾ ഇങ്ങനെ അലട്ടും മരണം വരെ. അമ്മയുടെ മുറി ഇപ്പൊ ഞാനത് ഉപയോഗിക്കാൻ എൻ്റെ മുറിയായിട്ട്. അതിൽ അമ്മയുടെ അലമാരി ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് എൻ്റെ മുണ്ടും ഷർട്ടും മാത്രമേ വെക്കത്തുള്ളൂ, വേറെ ആരെയും തുണി വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനകത്ത് ആ അലമാരിയില് അമ്മയുടെ സ്കാനിങ് റിപ്പോർട്ട്, അമ്മ ധരിച്ച വസ്ത്രം, അമ്മയുടെ ബൈബിൾ, 26 വർഷം സുവിശേഷകയായിരുന്നു, അപ്പോൾ കൊടുക്കാൻ വെച്ച ബാക്കി ട്രാക്റ്റ്, വണ്ടിക്കൂലിയുടെ ചില്ലറ പൈസ, ഇതെല്ലാം ഉണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അതെടുത്ത് നോക്കും, പരിശോധിക്കും. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരുമ്പോഴേ വാക്ക് മുറിയാറുണ്ട്, കണ്ണ് നനയാറുണ്ട്, പൊട്ടിക്കരയാറുണ്ട്. അപ്പം മരിച്ചു പോയവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ? മരിച്ചുപോയ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഗാധമായ ദുഃഖമാ. ആ ദുഃഖം മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? എൻ്റെ ഇളയ മോൾ എൻ്റെ അടുത്ത് വന്ന് അപ്പാ എന്ന് വിളിക്കുമ്പോഴല്ല. മരിച്ചുപോയി എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ദുഃഖം മാറുന്നത് എൻ്റെ ഭാര്യ ഒരു ഗ്ലാസ് ചൂട് കോഫി എനിക്ക് തരുമ്പോഴല്ല. മരിച്ചുപോയ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ദുഃഖം മാറുന്നത് എൻ്റെ 3 മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ചുറ്റും ഇരിക്കുമ്പോഴല്ല. എൻ്റെ 5 സഹോദരങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുമ്പോഴല്ല. മരിച്ചുപോയ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ദുഃഖം മാറുന്നത് എപ്പോഴാണെന്നറിയാമോ? മരിച്ചുപോയ എൻ്റെ അമ്മയെ തേജസ്സോടെ ഒരു നാൾ കാണും എന്ന പ്രത്യാശ എൻ്റെ അകതാരനെ ഭരിക്കുമ്പോഴാണ് ആ ദുഃഖം മാറിപ്പോകുന്നത്. ഇവിടെയാണ് തെസ്സലോനിക്ക സഭയുടെ പ്രശ്നം, മനസ്സിലായോ? കാരണം ഈ പുനരുദ്ധാനത്തെ പോലും മറിച്ച് കളയുന്ന രൂപദേഷ്ടാക്കന്മാർ ദൈവസഭയ്ക്കകത്ത് കയറി വിപ്ലവത്തിന്റെ തരംഗം ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖം വേഗം പറഞ്ഞ ആ ഭാഗം വിടാം കേട്ടോ. മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖം മരിച്ചു പോയല്ലോ എന്നുള്ള ദുഃഖമല്ല, അങ്ങനത്തെ ദുഃഖം. ആ ദുഃഖത്തിനൊരു അടിസ്ഥാന കാരണമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, ഗൗരവമായി ഒന്ന് ശ്രദ്ധിച്ചേ. മരിച്ചുപോയവരെ കുറിച്ചുള്ള ദുഃഖത്തിന്റെ അടിസ്ഥാന കാരണം ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ വരവിനെ വളരെ പ്രത്യാശയോടെ കാത്തിരുന്നവരാ. എങ്ങനെ കാത്തിരുന്നവരാണ്? നമുക്ക് അത്രയും പ്രത്യാശ ഇല്ല. ഉണ്ടോ? ഇല്ല. അത്രയും പോയിട്ട് പ്രത്യാശയെ നമ്മുടെ കർത്താവ് വരാറായി. ഒരാൾ മാത്രമേ ഹല്ലേലൂയ പറഞ്ഞുള്ളൂ, വേറെ ആരും. യേശു വരാറായി. ഇപ്പൊ 5-6 പേരോടെ പറയാൻ തുടങ്ങി. അപ്പൊ ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ മറ്റുള്ളവരെ പോലെയല്ല, യേശുവിന്റെ വരവിനെ വളരെ പ്രത്യാശയോടെ കാത്തിരുന്നവരാ. അപ്പൊ കർത്താവിന്റെ വരവിനെ വളരെ പ്രത്യാശയോടെ കാത്തിരുന്നിട്ട് ആ വരവ് കാണാൻ കഴിയാതെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളിൽ ചിലര് മരിച്ചുപോയി. കേട്ടോ, ആ മരിച്ചുപോയവരുടെ ഭാവി എന്താകുമെന്ന് ഓർക്കുമ്പോഴാണ്, ആ മരിച്ചുപോയവരുടെ ആത്മാവ് എവിടെ എത്തുമെന്ന് ഓർക്കുമ്പോഴാണ് ഇവർക്ക് എന്ത്?
ദുഃഖം. അതാ മരിച്ചവരെ കുറിച്ചുള്ള ദുഃഖം. കാരണം തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ ചിന്ത ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ യേശുക്രിസ്തു വരുമ്പോൾ പോകാൻ പറ്റത്തുള്ളൂ. മരിച്ചു പോയവരുടെ കാര്യത്തിൽ അവർക്ക് അത്ര വലിയ ഉറപ്പില്ല. അത്തരത്തിലുള്ള അവരുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്താനും കൂടിയാണ് പൗലോസ് ലേഖനം എഴുതുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവ് കാത്തിരുന്നിട്ട് അത് കാണാൻ കഴിയാതെ മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് എവിടെയെത്തും, അവരുടെ ഭാവി എന്താകുമെന്നോർത്ത് ദുഃഖിച്ച് നിരാശപ്പെട്ട് തലകുണിച്ചിരിക്കുന്ന തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ പൗലോസ് ആശ്വസിപ്പിക്കുന്നത് കഥ പറഞ്ഞല്ല, തമാശ പറഞ്ഞല്ല, പാട്ടുപാടിയല്ല. അവരെ ആശ്വസിപ്പിക്കുന്നത് വചനത്തിലൂടെയാ. അവരെ ആശ്വസിപ്പിക്കാൻ കൊടുത്തിരിക്കുന്ന വചനം 4:13. ആ വാക്യം നമുക്ക് മനഃപ്പാടമാ. ആ വാക്യത്തിൽ എന്താണ് പൗലോസ് പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള തെസ്സലോനിക്കരുടെ ദുഃഖത്തിന്റെ കാരണം എന്നറിയാമോ? മരിച്ച് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾക്ക് അത്ര കണ്ട അറിവില്ല. എന്താ? യേശുക്രിസ്തുവിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിച്ച് അവനെ രക്ഷകനായി സ്വീകരിച്ച് മരിച്ച് നിദ്ര കൊള്ളുന്ന പ്രിയപ്പെട്ടവരുടെ നിദ്രയെ കുറിച്ചുള്ള അറിവ് എന്താണ്? ആ അറിവ് 16-ാമത്തെ വാക്യമാ. ആ അറിവിതാ നമ്മുടെ കർത്താവ് താൻ. എല്ലാരും പറഞ്ഞേ, ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ ആദ്യം സംഭവിക്കേണ്ടത് എന്താ? ഉറക്കെ പറ. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ. അപ്പൊ യേശുവിന്റെ വരവ് കാത്തിരുന്നിട്ട് അത് കാണാൻ കഴിയാതെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ഭാവിയെ കുറിച്ചുള്ള ആത്മാവിനെ കുറിച്ചുള്ള ആശങ്ക മാറിയോ? അവരുടെ ആത്മാവെങ്ങും പട്ടടങ്ങത്തില്ല. അവരുടെ ആത്മാവെങ്ങും ലയിച്ചു ചേരത്തില്ല. അവരുടെ ആത്മാവെങ്ങും അസ്തമിക്കത്തില്ല. കാഹളം ധ്വനിക്കും. കല്ലറകൾ തുറക്കും. മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർക്കും. കരമടിച്ച പ്രത്യാശയോടെ. പ്രത്യാശയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. പ്രത്യാശയോടെ. നാം എത്ര ധന്യരാണ്, നാം എത്ര ഭാഗ്യമുള്ളവരാ, നാം എത്ര അനുഗ്രഹീതരാണ്. കാരണം ഈ ഒരു വലിയ പ്രത്യാശയ്ക്കകത്ത് സ്വർഗം നമ്മെ കൊണ്ടാക്കിയില്ലേ? മറ്റുള്ളവരെ പോലെ പ്രത്യാശയില്ലാതെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. സ്തോത്രം. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശയുള്ളവർക്ക് എന്താ? മരിച്ചവരെ കുറിച്ച് ദുഃഖമാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതല്ലേ ചിലര് മരിച്ചു കിടക്കുമ്പം മാറത്തടിച്ച് ചോദിക്കാനുണ്ട്. ഇട്ടിട്ട് ഞാനൊരു ശവോടക്കിന് പ്രസംഗിക്കാൻ പോയപ്പോൾ സാമാന്യം വണ്ണമുള്ള ഒരു അമ്മാമ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ നെഞ്ചത്തടിച്ചൊരു ചോദ്യം, ഇനി ആരുണ്ട്? ആ ചോദ്യം കേൾക്കുമ്പോൾ ഒരു വെല്ലുവിളി പോലെ എനിക്ക് തോന്നി. ഒരുത്തിനെ തട്ടി പെട്ടിക്കകത്താക്കി, ഇനി ആരുണ്ടടാന്നാ. പ്രത്യാശയില്ലാത്തവരുടെ ചോദ്യമാ, ഇനി ആരുണ്ട്? ചോദ്യത്തിനൊക്കെ ഒരു മയം വേണ്ടേ? ഇനി ആരുണ്ട്? യേശുവിന്റെ വരവ് വിശ്വസതയോടെ കാത്തിരുന്നിട്ട് മരിച്ച് നിദ്ര കൊള്ളുന്ന വിശുദ്ധന്മാരെ കുറിച്ചുള്ള അറിവ് കാഹളം ധ്വനിക്കുമ്പോൾ അവർ ഉയർക്കും. അതാ നമ്മുടെ പ്രത്യാശ. അതാ മരണവീട്ടിൽ ദൈവമക്കൾ അലമുറയിട്ട് കരയാത്തത്. മരണവീട്ടിൽ അലകടിക്കുന്ന പ്രത്യാശയുടെ ഉറവയുത. യേശുവിന്റെ വരവ് കാത്തിരുന്നു മരിച്ച് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു അറിവുണ്ട്. കല്ലറ അവരെ അടക്കി വെക്കത്തില്ല. മരണം അവരെ ഒതുക്കി വെക്കത്തില്ല. ആമേൻ. കാഹളം ധ്വനിക്കുമ്പോൾ ആദ്യം അക്ഷരായി ഉയർക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരാണ്. അവരങ്ങോട്ട് അക്ഷയരായിട്ട് ഉയർക്കും. ഉഷസിന്റെ ഉദരത്തിൽ നിന്നും മഞ്ഞ് പൊഴിയുന്നത് പോലെ അവര് കാഹളധ്വനിയിൽ അങ്ങോട്ട് ഉയർക്കും.
ഒന്ന് ഇമാജിനേഷൻ ചെയ്തേ. കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കും ആ മാത്രയിൽ മണ്ണിൽ ഉറങ്ങിയിടുന്ന കാഹളനാദം പെട്ടെന്നുയർത്തു വാനിൽ ചേർത്തിടുമേ. പെട്ടെന്നുയർത്തു തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം. ഇത്ര പ്രത്യാശ ഇല്ലേ? ഈ പ്രത്യാശയ്ക്കകത്ത് നിന്നോണം. ദുരന്തങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഈ പ്രവാസകാലം കഴിക്കാൻ ദൈവം നമ്മുടെ അകത്ത് പകർന്ന ഈ പ്രത്യാശ ധാരാളം മതി. ഈ പ്രത്യാശ അകത്ത് മുളച്ചു പൊങ്ങിയ പൗലോസ് കഷ്ടത്തെ നോക്കി പറയുക, നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അനവധി തേജസ്സിന്റെ നിത്യകനമാണ്. പ്രത്യാശ കണ്ടോ? നമ്മുടെ അകതാര് മുഴുവൻ നിത്യതയുടെ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ തുളുമ്പണം. കൂടാര ബാധാന ഹതുന റബാധന സകല രോഗങ്ങളും പുറത്തു പോകും. 80% സൂക്കേടും ഇല്ലാതാകും നിത്യതയുടെ പ്രത്യാശ അകത്ത് വ്യാപരിച്ചാൽ. 70% ഗുളികയും ചുരുട്ടി കുപ്പേ കളയാൻ കഴിയും നിത്യതയുടെ പ്രത്യാശ അകത്ത് വ്യാപരിച്ചാൽ. അപ്പോൾ സഹോദരന്മാരെ, പ്രത്യാശയില്ല മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള അറിവെന്താ? 16-ാമത്തെ വാക്യമാ. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ, ഞാൻ നിർത്താമേ, പിന്നെന്താ സംഭവിക്കുന്നത്? ഈ കാഹളധ്വനിയിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരു സംഭവം കൂടെ നടക്കും. നമ്മളത് ജീവനോടുള്ള നമ്മളോടുള്ള ബന്ധത്തില. ജീവനോടെ ശേഷിക്കുന്ന എല്ലാവരും ഒന്ന് പറ. അതോ ഇന്ന് ചാവുമോ? ധൈര്യത്തോടെ പറ, ഞാൻ ജീവനോടെ ഇരിക്കും കേട്ടോ. ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒന്നിക്കും. ആരോട്? നിദ്ര കൊണ്ട് കാഹളധ്വനിയിൽ ഉയർക്കുന്ന വിശുദ്ധന്മാരോട് ജീവനോടെ ശേഷിക്കുന്ന നാം ഒന്നിക്കും. എങ്ങനാ? ഇങ്ങനെ ഒന്നിക്കാൻ പറ്റത്തില്ല. ഈ മുണ്ട് ഷർട്ട് ഇട്ടോണ്ട്, ഈ കണ്ണാടി വെച്ചോണ്ട്, ഈ പാൻറ് ഇട്ടോണ്ട്, ഈ വസ്ത്രം ധരിച്ചോണ്ടൊന്നും ഒന്നിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നിക്കുന്ന എങ്ങനാ? ഒരു പദമുണ്ട്, രൂപാന്തരപ്പെടും. ഒന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം താഴ്ചയുള്ള നമ്മുടെ ഈ ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. നിങ്ങൾക്ക് സന്തോഷമുണ്ട്? ഒരു കാര്യം ഞാൻ പറയാം, ഒരു രോഗത്തിനും തൊടാൻ പറ്റാത്ത തേജസ്സിൻ്റെ ഒരു ശരീരം നമുക്ക് കിട്ടാൻ പോവുക. സന്തോഷമില്ലേ? രോഗം മാറും എന്ന് പറയുന്നതിനേക്കാൾ സന്തോഷമാ രോഗമില്ലാത്തൊരു ശരീരം നമുക്ക് കിട്ടാൻ പോവുകയാണ്. ഗ്ലോറി. ഒമിക്രോൺ നോക്കാൻ പറ്റാത്ത, കോവിഡിന്റെ മാരക വൈറസുകൾക്ക് തൊടാൻ പറ്റാത്ത, ക്യാൻസറിന് തൊടാൻ പറ്റാത്ത, ആപത്തിന് തൊടാൻ പറ്റാത്ത, മരണത്തിന് സ്പർശിക്കാൻ പറ്റാത്ത, ദ്രവത്വത്തിന് തൊടാൻ പറ്റാത്ത ഒരു തേജസ്സിന്റെ ശരീരം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഉയർത്ത വിശുദ്ധന്മാരോട് ഒന്നിച്ചിട്ട് രണ്ടു കൂട്ടർ ഒരൊറ്റ പോക്ക. ഇവിടുന്ന് യോഗം കഴിഞ്ഞ് പോകുന്ന പോലല്ലേ. ഇവിടുന്ന് ഇപ്പം യോഗത്തിന് മുമ്പ് നമ്മൾ പോവും, യോഗം കഴിഞ്ഞും പോവും, അങ്ങനെയൊക്കെ പോവും. പക്ഷേ കാഹളധ്വനിയിൽ ഒന്നിച്ച് രണ്ടു കൂട്ടരോട് ഒന്നിച്ചിട്ട് രണ്ടു കൂട്ടരും കൂടെ ഒരു പോക്ക. എവിടേക്കാ? ആകാശമേഖലയ്ക്ക്. എന്തിനാ പോകുന്നത്? നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവിനെ എതിരേൽപ്പാൻ. ഒന്ന് പറഞ്ഞേ. കർത്താവിനെ എതിരേൽപ്പാനിരിക്കുന്ന മണവാട്ടിയല്ല, ആകെ ക്ഷീണിച്ചു വാടി. ഒന്ന് സന്തോഷത്തോടിരിക്കേ. കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഖലയ്ക്ക് പോകുമെന്ന്. ഇവിടുന്ന് പൈനമൂട് പോകുന്ന പോലല്ല പോകുന്നത്. ഇവിടുന്ന് റാന്നിക്ക് പോകുന്ന സ്പീഡിലല്ല പോകുന്നത്. മനസ്സിലായോ? പ്രകാശവർഷങ്ങളേക്കാൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ, സൈമൺ സാറിന്റെ ഭാഷ പറഞ്ഞാൽ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി
നാം പോകും നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ. എന്നിട്ട് പൗലോസ് പറയുക, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ലാസ്റ്റ് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം